ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2026 ഏപ്രിൽ മാസം 7-ാം തീയതി ദൈവവിൽ ആശ്രയിച്ച് വെളിപ്പാട് പുസ്തക പഠന പരമ്പരയോട് 87-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും കർത്താനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കഴിഞ്ഞ ദിവസം ചിന്തിച്ച വിഷയത്തിന്റെ തുടർ പഠനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്ന. മനുഷ്യത്വം വെളിപ്പെടുന്ന നാളിൽ നടക്കുന്ന രണ്ടാമത്തെ സംഭവമായിരിക്കുന്ന ഹർമോദോൻ യുദ്ധത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹർമോദോൻ യുദ്ധത്തിൽ അത് വളരെ സംക്ഷിപ്തമായ രീതിയിലാണ് ഈ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ മുഴുവനും സബ്ജക്റ്റ് എടുത്ത് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ യെഹെസ്കേൽ പ്രവചന, യിരെമ്യാ പ്രവചന, യെശയ്യാ പ്രവചന, ഇങ്ങനെ നിരവധി പ്രവചന ഭാഗങ്ങളെ സകരാ പ്രവചനമൊക്കെ എടുത്ത് പഠിക്കണം. അത്രയും വിശാലമായൊരു പഠനത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളുടെ ബന്ധത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ക്രമീകൃതമായൊരു പഠനമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളെ ആധാരമാക്കി നാം ചിന്തിച്ചിരുന്നു. അതിൽ ഈ പറയുന്ന യുദ്ധം ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു യുദ്ധ സമാനമായിരിക്കുന്ന അന്തരീക്ഷമായിരിക്കത്തില്ല. രഥങ്ങളും കുതിരകളും കുതിര പുറത്തിരിക്കുന്നവരും കുറുവടിയും അങ്ങനെയുള്ള മറ്റു പല പ്രാചീനമായിരിക്കുന്ന യുദ്ധായുധങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ഈ കാലത്തിൽ അത് വിശ്വസനീയമായിരിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ സമയം ചിന്തിപ്പാട്ടിടയാത്ത് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ അതിന് കാരണം ഈ യുദ്ധം നടക്കുന്നതിന് മുമ്പായി ഭൂമിയും അതിൻ്റെ സമുദ്രത്തിലും ആകാശത്തിലെല്ലാം ദൈവം ഇളക്കും. കർത്താവ് പറഞ്ഞാൽ ഭൂമിയെ ഇളക്കും, കരയെ ഇളക്കും, ആകാശത്തെ ഇളക്കും, അതുപോലെ സമുദ്രത്തെ ഇളക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഇളകപ്പെട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഹർമോദോൻ യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള സാഹചര്യമല്ല അന്നുള്ളത്. അതിനു മുമ്പ് നമ്മൾ പഠിച്ചിരുന്ന പ്രതികാര ദിവസത്തിന് മുമ്പായി തന്നെ സമുദ്രത്തിൽ മാർഗത്തിലൂടെയുള്ള എല്ലാ കച്ചവടങ്ങളും അത് നിന്നു പോകുമെന്ന് നാം കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ബിസിനസ് തന്നെ സ്തംഭിച്ചു പോയി കഴിയുമ്പോൾ ആയുധ വ്യാപാരം ഉണ്ടാകത്തില്ല, ബിസിനസ് ഇല്ല. മനുഷ്യൻ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതേക്കുറിച്ച് 7 മുദ്ര, 7 കാകളം, 7 കലശം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ് ചിന്തിച്ച വിഷയങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. അന്ന് മലകൾ അത് കാണാനില്ലാതെ വണ്ണം പല മലകളും അത് സമുദ്രത്തിൽ വീഴുമെന്നും സമുദ്രങ്ങൾ സമതലമായി തീരുമെന്നും പല മലകളെ ഇളകി നിൽക്കുമെന്നും ദ്വീപുകളൊക്കെ ഓടിപ്പോകത്തക്കവണ്ണമുള്ള രീതിയിൽ നിൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. ഇപ്പോൾ മലകൾ ഇളകി നിൽക്കുന്ന മലകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലത് പർവ്വതങ്ങൾ വീണു പോകും, ഇളകി നിൽക്കുന്ന മലകളുണ്ട്. ഇതൊക്കെ പഠിക്കാൻ കാരണം ഈ തുടർന്നുള്ള പഠനങ്ങൾ പഠിക്കുമ്പോൾ, ഹർമോദോൻ യുദ്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്ന പ്രവചനങ്ങൾ ഒന്നും തന്നെ നിവൃത്തീകരിക്കപ്പെടാതെ പോകുന്നില്ല എന്നതിൻ്റെ തെളിവിന് വേണ്ടിയാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളെ പഴയ നിയമ പ്രവചനങ്ങളോട് ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ പർവ്വതങ്ങൾ ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള വലിയ മഹാസംഹാരം ഉണ്ടാകും എന്നുള്ളത് യെശയ്യാവിന്റെ പ്രവചനം 34-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. യെശയ്യാവിന്റെ പ്രവചനം 34-ാം അധ്യായം അത് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ നടക്കുന്ന മഹാ സംഭവങ്ങളിലെ പ്രധാനപ്പെട്ട 2 സംഭവങ്ങളെയാണ് യെശയ്യാവിന്റെ പ്രവചനം 34-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഹർമോദോൻ യുദ്ധവും, 2 ഏദോം വംശത്തെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചുമുള്ളതാണ്. 34-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് അന്നത് ഇത് പ്രവാചകൻ അന്ന് എഴുതിയപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുമോ, അതെങ്ങനെ സംഭവിക്കും എന്നുള്ള സംശയങ്ങൾ നമുക്ക് വേദപുസ്തക പ്രവചനങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ പുസ്തകത്തെ പലരും പഴഞ്ചൻ പുസ്തകമെന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പുസ്തകങ്ങളെന്നൊക്കെ പറഞ്ഞ് പലരും അതിനെ വിമർശിക്കാറുള്ളത്. ഇപ്പോൾ 34-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഈ തെളിവിന് വേണ്ടി വായിക്കുമ്പോൾ അന്ന് നടക്കുന്ന ഹർമോദോൻ യുദ്ധത്തിന്റെ ഭീകരത എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിവിടെ വായിക്കുന്നത്. ജാതികളെ അടുത്തു വന്ന് കേൾപ്പീൻ, വംശങ്ങളെ ശ്രദ്ധ തരുവീൻ, ഭൂമിയും അതിൻ്റെ നിറവും ഭൂതലവും അതിൽ മുളയ്ക്കുന്നതൊക്കെയും കേൾക്കട്ടെ. യഹോവയ്ക്ക് സകല ജാതികളോടും കോപവും അവരുടെ സർവ്വസൈന്യത്തോടും ക്രോധവും ഉണ്ട്. അവനവരെ ശപഥാർപ്പിതമായി കൊലയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. അവരുടെ ഹതന്മാരെ എറിഞ്ഞു കളയും. അവരുടെ ശവങ്ങളിൽ നിന്ന് നാറ്റം പുറപ്പെടും. അവിടെ രക്തം കൊണ്ട് മലകൾ ഒഴുകിപ്പോകും. അപ്പോൾ അവിടെ രക്തം കൊണ്ട് മലകൾ
ഒഴുകിപ്പോകും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുമ്പോൾ ഇത് എങ്ങനെ സാധിക്കും എന്നുള്ളത് സാധാരണ രീതിയിൽ ആർക്കും മനസ്സിലാകാൻ സാധിക്കത്തില്ല. മനുഷ്യരുടെ രക്തമൊഴുകി മലകൾ ഒഴുകിപ്പോകും. നമുക്കിവിടെ കാണാൻ നമ്മുടെ ഇവിടെ ചെറിയ ചെറിയ കുന്നുകളൊക്കെ ഉണ്ട്. അതുപോലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുകി പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ മലകൾ രക്തം കൊണ്ട് ഒഴുകിപ്പോകും എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ഉത്തരം പറയാൻ ആരെ കൊണ്ട് സാധിക്കത്തില്ല. പിന്നെ നമുക്ക് ഒറ്റവാക്യത്തിൽ പറയാനേ പറ്റുള്ളൂ, ദൈവം എഴുതി വെച്ചിരിക്കുന്ന, ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കും എന്ന് നമുക്ക് പൊതുവിൽ പറഞ്ഞ് വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ. എന്നാൽ അങ്ങനെ അല്ലാതെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ സ്ഥാപിതമാകും എന്നുള്ളത് തെളിയിക്കാനുള്ളത് പരിശുദ്ധ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ച് നമുക്കതിനെ തള്ളിക്കളയാതെ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത മനസ്സിലാകുന്നതിനെക്കുറിച്ച് നമുക്കിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളെ ഒന്നിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന കുതിരപ്പുറത്തേക്കിനോട് അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജക്കന്മാരുടെ സൈന്യങ്ങളും ഒന്നിച്ച് വന്നു കൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച മൃഗത്തിന് മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നതിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. അവരുടെ മാംസം തിന്ന സകല പക്ഷികൾക്കും തൃപ്തി വന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുതിരപ്പുറത്തിരിക്കുന്നതോടും അവൻ്റെ സൈന്യത്തോടും. ആരാണ് കുതിരപ്പുറത്തിരിക്കുന്നവൻ? സ്വർഗം തുറന്ന വെള്ള കുതിരപ്പുറത്ത് പുറപ്പെടുന്ന ക്രിസ്തുയേശുവിനോടും അവൻ്റെ സൈന്യമായിരിക്കുന്ന മണവാട്ടി സഭ, ആ സൈന്യത്തിലെ പ്രധാന ആൾക്കാരാണ് മണവാട്ടി സഭ. ശുദ്ധവും നിർമ്മലവുമായിരിക്കുന്ന വിശേഷ വസ്ത്രം ധരിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവരാണ്. അപ്പോൾ ഇവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി മൃഗവും അവൻ്റെ സൈന്യവും വന്നു കൂടിയിരിക്കുന്നത് കണ്ടു എന്നാണ് ഇവിടെ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇത് സംഭവിക്കും. ഇത് സംഭവിക്കേണ്ട സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഹർമോദോൻ എന്ന സ്ഥലത്ത് അവരെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി ഉള്ള കാര്യങ്ങളെ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ പെട്ടെന്ന് എല്ലാവർക്കും കൂടാൻ പറ്റത്തില്ല. അപ്പോൾ ഹർമോദോൻ യുദ്ധത്തിന് മുമ്പായുള്ള ഒരുക്കങ്ങൾ അതിന് മുമ്പ് ദൈവം അനുവദിച്ചു കൊടുത്തിട്ട് നടക്കുന്നു. ഇസ്രായേലിനെ അവരെ ശൂന്യമാക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ജാതികൾ വന്ന്, എല്ലാ രാജ്യങ്ങളും വന്ന് അവരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ശൂന്യമാക്കുന്ന കാലത്തെക്കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ദൈവം തന്നെ ചെയ്തു കൊടുക്കുന്നത് 16-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിരുന്ന 12-ാം വാക്യം പഠിക്കുമ്പോൾ, ആറാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും. അപ്പോൾ ഇവരെ വെള്ളം വറ്റിപ്പോയി കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കി കൊടുക്കുകയാണ് ദൈവം. അപ്പോൾ ഈ യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഇന്ന് വളരെയധികം വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു നദിയാണ്. പക്ഷെ അത് വറ്റിപ്പോകുമെന്ന് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് വറ്റിപ്പോവുക തന്നെ ചെയ്യും. അതിന് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, കിഴക്ക് നിന്ന് വരുന്ന യെരുശലേമിന് കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കാൻ വേണ്ടിയാണ് അത് അപ്രകാരം വെള്ളം വറ്റിപ്പോകുന്നത്. അപ്പോൾ ഈ മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചന്റെ വായിൽ നിന്നും അവിടെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറും നഗ്നനായി കണക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും യാഴ്ചയും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ ഹെബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ രാജാക്കന്മാരെല്ലാം കിഴക്കുന്ന് വരുന്നവരും ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ രാജാക്കന്മാരെയും യെരുശലേമിന് വിരുദ്ധമായി കൂട്ടിച്ചേർക്കുന്നുള്ളത്
വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ സകല രാജ്യങ്ങളും കൂടി വരുന്നു. എന്തിനു വേണ്ടിയാണ് അവർ വരുന്നത്? യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. ആരോടാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത് 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കുതിരപ്പുറത്തിരിക്കുന്നതിനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ച് വന്നുകൂടിയത് ഞാൻ കണ്ടു. അപ്പോൾ ഇവരെല്ലാവരും ഒന്നിച്ചു കൂടി കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് ഒന്നിച്ചു കൂടിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ അത് കുഞ്ഞാടുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്കാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇതേക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ 17-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതി കർത്താവും രാജാതിരാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടിയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. അപ്പോൾ ഈ മൃഗത്തിൻ്റെ അവസാനത്തോടുകൂടിയുള്ള ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയ. പ്രതികാര ദിവസത്തിൽ മർമ്മം പകുതിയ ബബിലോണിനെ അവർ തന്നെ ദേഷിച്ചില്ലാതാക്കി കളയുന്നു. അതിനുശേഷമുള്ള സംഭവങ്ങളെല്ലാം നടന്നു കഴിയുമ്പോൾ രാജാക്കന്മാർ വന്നുകൂടും. അപ്പോൾ അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടിയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. അപ്പോൾ യേശുക്രിസ്തുവിനോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കുന്നതിനെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തി. ഇപ്പോൾ കർത്താവിൻ്റെ കൂടെയുള്ളവരുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരുടെ സൈന്യങ്ങളും ഒന്നിച്ച് വന്നുകൂടിയത് ഞാൻ കണ്ടു. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഇത് മർമ്മമായിട്ട് ഓരോ സെന്റൻസ് രേഖപ്പെടുത്തുമ്പോൾ ഇതിന് മുമ്പിൽ ഇതിൻ്റെ സന്നാഹങ്ങളെക്കുറിച്ചും എങ്ങനെ കൂടി വരുന്നു എന്നതിനെക്കുറിച്ചും നിരവധി പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഇതിനോടുള്ള ബന്ധത്തിൽ ചേർത്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വ്യാഖ്യാനത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ എല്ലാ പ്രവചനങ്ങളും ചേർത്ത് വെച്ച് പഠിക്കേണ്ട, അഥവാ പ്രധാനപ്പെട്ട ഈ പറയുന്ന വിഷയങ്ങളുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ഒരുപക്ഷെ അത് ആവർത്തനം പോലെ നമുക്ക് തോന്നും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ, കൊയ്ത്തിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പല വിഷയങ്ങളും നമ്മളെടുത്ത് പഴയ നിയമത്തിൽ നിന്നും അതുപോലെ തന്നെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഭൂമികളെക്കുറിച്ചൊക്കെ എടുത്ത് ഉദ്ധരിക്കാൻ കാരണം അങ്ങനെ സങ്കീർണമായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തി. ഇപ്പോൾ ഇവിടെ രേഖപ്പെടുത്തി ഇത്രയും വചനം വായിച്ച് പെട്ടെന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ ഇതിൻ്റെ വ്യാഖ്യാനം പൂർത്തീകരിക്കാം. എന്നാൽ അങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള പ്രയോജനമില്ല. എന്നാൽ അത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നുകൂടി പിന്നെ നടക്കുന്ന 20-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവർ രണ്ടുപേരും പിടിച്ച് തീപ്പൊയി തള്ളിയിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അപ്പോൾ എങ്ങനെയാണ് യുദ്ധം നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ എഹെസ്കേൽ 38-ാം അധ്യായം 39-ാം അധ്യായങ്ങളിൽ ഹർമോദൻ യുദ്ധത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തുക. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല, അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളൂ. അപ്പോൾ 38-39 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അത് ഹർമോദൻ യുദ്ധത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഇത് എങ്ങനെ സംഭവിക്കുന്നു, ഇതിൻ്റെ കാരണം എന്താണ്, അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന മലകൾ ഒഴുകിപ്പോകത്തക്ക രീതിയിലുള്ള ഒരു സംഭവമാണ് നടക്കുന്നെങ്കിൽ അതിൻ്റെ കാരണമെന്താണ്, അതെങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ രക്തമൊഴുകുന്നതിനെക്കുറിച്ചും ഉള്ള അത് ഏദോമിനെ കൊന്നുകളയുമ്പോഴുള്ള വിഷയത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ മാത്രം ഞാൻ വായിക്കുമ്പോൾ അങ്ങനെ ഒരു വംശത്തെ കൊല്ലുമ്പോൾ ഇത്രമാത്രം രക്തപ്പൊഴി ഒഴുകുന്നുണ്ടെങ്കിൽ സകല ജാതികളെയും കൊന്നുകളയുമ്പോഴുള്ള രക്തത്തിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് നമുക്കത് ചിന്തിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഞാനതിൻ്റെ കണക്കായിട്ട് ഇവിടെ വായിക്കുന്നത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 19 ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞ് ഭൂമിയിലെ മുന്തിരിക്കല അറുത്തു, ദൈവകോപത്തിൻ്റെ വലിയ ചക്കിലിട്ടു, ചക്ക് നഗരത്തിന് പുറത്ത് വെച്ച് മെതിച്ചു, ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. ഇത് ഏദോമിനെ സംഹരിക്കുന്ന സമയത്തുണ്ടാകുന്ന രക്തപ്പഴി ഒഴുകുന്നതാണ്. അപ്പോൾ ഇവിടെ കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി ഒരു വംശത്തെ ഇല്ലാതാക്കാൻ വേണ്ടി മുന്തിരിക്കൊയ്ത്തിൽ, അഥവാ നമ്മളിത് ചിന്തിക്കും, ഏദോമിൻ്റെ സമ്പൂർണ്ണ നാശത്തിൽ മുന്തിരിക്കുല അറുത്ത് ദൈവത്തിൻ്റെ കോപത്തിലിട്ട് ചക്കിലിട്ട് മെതിച്ച് അവരെ ഇല്ലാതാക്കുന്ന സമയത്ത് ഒഴുകുന്ന രക്തത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുതിരയുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകും എന്ന് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഹർമോദ യുദ്ധത്തിൽ
ഒഴുകുന്ന രക്തത്തെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചിരിക്കുന്നത് മലകൾ ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള രക്തപ്പുഴ ഒഴുകുമെന്നാണ് പറയുന്നത്. അവരുടെ രക്തം കൊണ്ട് മലകൾ ഒഴുകിപ്പോകും. രണ്ടും രണ്ട് വ്യത്യസ്തമായ സംഭവങ്ങളാണ്. അപ്പോൾ ഒന്ന് ഏതോ വംശത്തെ അതിനെ ഞാനിവിടെ അടുത്ത ഒരു വെളിപ്പാട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതുകൊണ്ടല്ല മലകൾ ഒഴുകിപ്പോകുന്നത്, അതൊരു ഏതോ വംശത്തെ മാത്രം നശിപ്പിക്കുമ്പോഴുള്ള കാര്യമാണ്. അവരെ മാത്രം ഇല്ലാതാക്കുന്ന സമയത്ത് തന്നെ എത്രമാത്രം രക്തം ഒഴുകുന്നുണ്ടെങ്കിൽ ഈ വന്നുകൂടിയിരിക്കുന്ന സകല ജാതികളും നിന്നുള്ള എല്ലാവരെയും ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ വാള് നിഗ്രഹിച്ചു കഴിയുമ്പോൾ അവരിൽ നിന്ന് ഒഴുകുന്ന രക്തത്തിൻ്റെ വലിയ പ്രവാഹം എത്ര എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് മലകൾ ഒഴുകിപ്പോകും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മലകൾ ഒഴുകിപ്പോകും എന്ന് പറഞ്ഞിരിക്കുന്ന പ്രവചനം നിവൃത്തിയാകുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഹർമോദൻ യുദ്ധത്തോടുള്ള ബന്ധത്തിലാണ്. അതിൻ്റെ കാരണം ഇതിനു മുമ്പായി തന്നെ സകല മലകളും കുന്നുകളും ദ്വീപുകളുമെല്ലാം ഇളകി നിൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതേക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അപ്പോൾ ഇളകി നിൽക്കുന്ന മലകളായതുകൊണ്ടാണ് ഇത് ഈ വെള്ളങ്ങളാൽ ഒഴുകിപ്പോകുന്നത്, സകലതയും അതുകൊണ്ടാണ് അങ്ങനെ ഇത് ഇളകിപ്പോകുന്നത്. അപ്പോൾ അതേക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഇളകി നിൽക്കുന്ന ആ മലകൾ കാണാനില്ലാതാകുന്ന രീതിയിലാണ് 16-ാം അധ്യായത്തിൽ പറഞ്ഞു. 16-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം, 3 അംശമായി പിരിഞ്ഞു, യാതൊരു പട്ടണങ്ങൾ വീണുപോയി, ദൈവകോപത്തിന്റെ ക്രോധമത്തിലുള്ള പാത്രം ബാബിലോന് കൊടുക്കേണ്ടതിന് അവിടെ ദൈവത്തിന്റെ ഓർത്തു, സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാണാനില്ലാതായി, താലന്തോളം കനമുള്ള. അപ്പോൾ സകല ദ്വീപും ഓടിപ്പോയി, അതുപോലെ തന്നെ മലകൾ കാണാനില്ലാതായി. മലകൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ, എല്ലാ മലകളും കാണാതായിട്ട് ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ മലകൾ ഇളകി നിൽക്കുന്നതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇളകി നിൽക്കുന്ന മലകളാണ് ഓടിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇളകി നിൽക്കുന്ന മലകൾ ആണ് ഈ ഹർമോദ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ അന്ന് ഈ രക്തപ്പുഴ ഒഴുകുമ്പോൾ അത് മലകൾ ഒഴുകിപ്പോകുന്ന രീതിയിൽ ഉള്ള സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ യുദ്ധം നടക്കുമ്പോൾ അന്ന് നടക്കുന്ന രക്തച്ചൊരിച്ചിൽ വലിയ രക്തച്ചൊരിച്ചിലാണ്. അപ്പോൾ ഇളകി നിൽക്കുന്ന പല മലകളും കാണാനില്ലാതായി. എന്നാൽ അവിടെ അന്ന് നിൽക്കുന്ന വചനത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി നിൽക്കുന്ന ചില മലകൾ അത് ഒഴുകിപ്പോകും എന്നുള്ളത് നമ്മൾ വെളിപ്പാട് പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ യെശയ്യാവ് പ്രവചിക്കുന്ന പ്രവചനം അത് നിവൃത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതിശോക്തിയായിട്ട് തോന്നാം, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് അതിശോക്തിയായിട്ട് തോന്നാമെങ്കിലും കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലും നിവൃത്തീകരിക്കപ്പെടാത്ത കാര്യങ്ങളല്ല. എല്ലാം അതിൻ്റെ പറഞ്ഞിരിക്കുന്നത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു വചനങ്ങളോ അത് നിവൃത്തീകരിക്കപ്പെടാതെ ഇരിക്കത്തില്ല എന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മലകൾ ഇളകിപ്പോകുന്നു, മലകൾ അത് കാണാനില്ലാതാകുന്നു. ഹർമോദ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ മലകൾ അത് ഒഴുകിപ്പോകത്തക്ക രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുന്നു. അപ്പോൾ ഹർമോദനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മലകളാണ് അന്ന് ഈ പറയുന്ന രക്തമൊഴുകി അത് ഒഴുകിപ്പോകുന്നതെന്ന് വെളിപ്പാട് പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു കണക്കൂട്ടൽ നമ്മൾ നടത്തിയാൽ നമ്മളന്ന് വിചാരിക്കുക 1 കോടി വീരന്മാരാണ് അവിടെ വന്നുകൂടുമെന്ന് വിചാരിക്കുക. 1 കോടി ആൾക്കാരെന്ന് പറയുമ്പോൾ ഏകദേശം ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഏകദേശം നമുക്ക് കാണാൻ സാധിക്കുന്ന രക്തം എന്ന് പറയുന്നത് 5.5 മുതൽ 6 ലിറ്റർ വരെ രക്തമാണ്. അപ്പോൾ അങ്ങനെ 1 കോടി ആൾക്കാരുടെ രക്തം ഒരുമിച്ച് അവിടെ ഒഴുകിയാൽ അപ്പോൾ ഏകദേശം 6 കോടി ലിറ്റർ രക്തം ഒരുമിച്ച് ഒഴുകുന്നു. അപ്പോൾ അതല്ലാതെ കൂടുതൽ എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ അവിടെ കൂടി വരുന്നു. ഞാനൊരു ഉദാഹരണം പറയുക. അങ്ങനെയാണെങ്കിൽ അത് എത്രമാത്രം വലിയൊരു, അപ്പോൾ ഒരു വെള്ളത്തിന് കണക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ കാണുന്ന ഒരു ടാങ്കിൻ്റെ ഒരു 1000 ലിറ്ററാണ്. അപ്പോൾ 1000 ലിറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പം 1000 ലിറ്റർ വെള്ളം അങ്ങനെ ആയിരക്കണക്കിന് വീട്ടിൽ നിന്ന് ഒരുമിച്ച് പൊട്ടി ഒഴുകിയാൽ എത്ര വലിയ പ്രളയമായി തീരും. അതുപോലൊരു പ്രളയത്തിൻ്റെ ഒരു രീതിയിലാണ് അന്നത്തെ യുദ്ധം നടക്കുന്നത്.
അതുകൊണ്ടാണ് ഈ പറയുന്ന രക്തം ഒരുമിച്ച് ഒഴുകുന്നത് കൊണ്ട് ഇളകി നിൽക്കുന്ന മലകൾ അന്ന് ഒഴുകിപ്പോകുന്നത്. അത് സംഭവിക്കേണ്ടതാണ്, സംഭവിക്കും. ഇത് ഈ പറഞ്ഞിരിക്കുന്ന യെശയ്യാവിന്റെ പറയുന്ന പ്രവചനം നിവൃത്തീകരിക്കപ്പെടുന്നത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷ നടക്കുന്ന ഹർമഗദോൻ യുദ്ധത്തിലാകുന്നു. അതിന് കാരണമായിട്ട് എഴുതുന്നത് മലകൾ ഇളകി നിൽക്കുന്നത് കൊണ്ടും മലകൾ കാണാനില്ലാതാകുന്നതുകൊണ്ടും അത് ചില മലകൾ മാറിപ്പോകുന്നു, ദ്വീപുകൾ ഓടിപ്പോകും ഇതിനു മുമ്പായിട്ട്. അപ്പോൾ അത് ഇളകി നിൽക്കുന്ന ചില മലകൾ അവിടെ നിൽക്കുന്നത് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം നിവൃത്തീകരിക്കപ്പെടാൻ വേണ്ടിയാണ് അവിടെ അന്ന് നിൽക്കുന്നതെന്നുമാണ് നമ്മൾ ഇത് സംബന്ധമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിരവധി പ്രവചനങ്ങൾ ഈ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് സംഭവിക്കേണ്ട കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇവര് വന്ന് കൂടുമെന്നുള്ളതും യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്നുള്ളതും നിരവധി പ്രവചന ഭാഗങ്ങളിലൂടെ നാം വായിച്ചെടുത്തതുകൊണ്ട് ഞാൻ ഇനി തുടർന്ന് അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ ഈ അന്ന് ഒരു ദൂതനിറങ്ങി പ്രസ്താവിക്കുന്നത് സൂര്യനിൽ നിൽക്കുന്ന കണ്ടു, അത് അരുളി ചെയ്യുന്നത് ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുന്നത് സകല പക്ഷികളെയും ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും അവരെ ക്ഷണിക്കുന്നതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ഭാഗത്തോട് തന്നെ ബന്ധപ്പെട്ടാണ് യെഹെസ്കേലിന്റെ പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതൊരു വ്യത്യാസം കാണുന്നത് ഇവിടെ സകല പക്ഷികളോടും ആണ് പറയുന്നതെങ്കിൽ യെഹെസ്കേൽ പ്രവചനം 39 അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് പ്രവചനങ്ങളും തമ്മിൽ ഒരു അന്തരം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 19 അധ്യായം അതിൻ്റെ 17, 18 വാക്യങ്ങളിൽ സകല പക്ഷികളെയുമാണ് ക്ഷണിക്കുന്നത്. സൂര്യൻ നിൽക്കുന്നത് ഞാൻ കണ്ടു, അവൻ ആകാശമധ്യേ പറക്കുന്നത് കണ്ടു, അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയൊരു വലിയവരുമായ എല്ലാവരുടെയും മാംസം തിന്നുവാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവിനെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇവിടെ പക്ഷികളോട് വിളിച്ചു പറയുന്നു, വന്നുകൂടുവീനെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. എന്നാൽ ഇതേ ഭാഗം യെഹെസ്കേൽ പ്രവചനത്തിൽ 39 അധ്യായം 17 മുതൽ 20 വരെ വായിക്കുമ്പോൾ ഞാൻ ഈ പഠിപ്പിക്കുന്നതിനകത്ത് വ്യത്യാസങ്ങൾ, സംശയം തോന്നാവുന്ന വിഷയങ്ങളുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ കാണുമെന്ന് കൊടുത്ത് പഠിപ്പിക്കുന്നത്, മുഴുവെടുത്ത് പഠിപ്പിക്കുന്നില്ല. ഇപ്പം ആരെങ്കിലും ഈ വെളിപ്പാട് പുസ്തകം ഇത് പഠിച്ചിട്ട് യെഹെസ്കേൽ പ്രവചനമായിട്ട് വായിച്ച് പഠിക്കുമ്പോൾ ഉണ്ടാകാവുന്ന മറ്റു പ്രവചനങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ മനസ്സിൽ ഉദിക്കാവുന്ന ചില ചോദ്യങ്ങൾ വരാം. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് വേണ്ടിയാണ് ഞാനിത് ഈ പ്രകാരം പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇത് ഹർമോൻ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു ആരംഭം മുതൽ അവസാനം വരെയുള്ള യുദ്ധം ഏതെല്ലാം രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്നുള്ളതല്ല. പക്ഷേ ഈ പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ സംശയം തോന്നാവുന്ന വിഷയങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. കാരണം പിന്നീട് സംശയം ഉണ്ടാകാം, ഇതേക്കുറിച്ച് പഠിക്കേണ്ടവർ പഠിക്കുമ്പോൾ അവർക്ക് സംശയം ഉണ്ടാകാം. അപ്പോൾ മലകൾ ഒഴുകിപ്പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാകുമെന്നുള്ളത് പലർക്കും സംശയമായിട്ട് തോന്നുമ്പോൾ മലകൾ ഇളകി നിൽക്കുന്ന മലകളാണ് എന്ന വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്വസ്ഥാനത്ത് നിന്ന് ഇളകി നിൽക്കുന്ന മലകൾ ഒഴുകിപ്പോകും എന്നുള്ളതിന് സംശയമില്ല. അല്ലാതെ ഇപ്പോൾ കാണുന്ന മലകൾ അതുപോലെ തന്നെ നിൽക്കുന്ന മലകൾ അത് ഇളകിപ്പോകത്തില്ല. എന്നാൽ സ്വസ്ഥാനത്ത് നിന്ന് ഇളകി നിൽക്കുന്ന മലകളാണ് ഒഴുകിപ്പോകുന്നതെന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ അർത്ഥതലത്തിൽ നമ്മളത് ചിന്തിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒഴുകിപ്പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്തുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന പക്ഷികളെ മാത്രം ക്ഷണിച്ചിരിക്കുന്നു, എന്നാൽ യെഹെസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മൃഗങ്ങളോടും കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ആ ഭാഗം ഞാൻ വായിക്കാം. യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു 39, 17, 20 സകലവിധ പക്ഷികളോടും എല്ലാവിധ പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയാണ്ടുന്നത്, നിങ്ങൾ കൂടി വരുവീൻ, നിങ്ങൾ മാംസം തിന്നുകയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവിധ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു സകലവിധ പക്ഷികളോടും എല്ലാവിധ പക്ഷികളോടും സകലവിധ പക്ഷികളോടും എല്ലാവിധ പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ കാട്ടുമൃഗങ്ങളോടും പറയേണ്ടത്. പക്ഷെ വെളിപ്പാടത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ പക്ഷികളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ കൂടി വരുവീൻ, നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടത് ഞാൻ ഇസ്രായേൽ പർവ്വതങ്ങളിൽ ഒരു മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി ഇറക്കുവാൻ പോകുന്ന എൻ്റെ യാഗത്തിന് 4 പുറത്തുനിന്ന് വന്ന് കൂടുവീൻ.
നിങ്ങൾ വീരന്മാരുടെ മാംസം തിന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കണം. അവരൊക്കെയും ബാശാനിലെ തടിച്ച ആട്ടുകൊറ്റന്മാരും കുഞ്ഞാടുകളും കോലാട്ടുകൊറ്റന്മാരും കാളകളും തന്നെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറുത്തിരിക്കുന്ന എൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ തൃപ്താകുമണ്ണം മേധസ് തിന്നുകയും ലഹരിയാകുവോളം രക്തം കുടിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ എൻ്റെ മേശയെങ്കിൽ കുതിരകളെയും വാഹനമൃഗങ്ങളെയും വീരന്മാരെയും സകല യോദ്ധാക്കളെ തിന്ന് തൃപ്തരാകുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇപ്പോൾ യഹസ്കേൽ പ്രവചനം 39:17, 20 വാക്യം. ഞാൻ 38, 39 അധ്യായങ്ങൾ യഹസ്കേൽ പ്രവചന പുസ്തകം വായിക്കാമെങ്കിൽ ഹർമോൻ യുദ്ധത്തെക്കുറിച്ചുള്ള വിശദമായിരിക്കുന്ന ഒരു ഭാഗം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്തിന് മുഴുവൻ പഠനത്തിലേക്ക് പോകാതെ വെളിപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുന്ന കാര്യവും ഇതുമായി താരതമ്യം പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വരാനുള്ള വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സകലവിധ പക്ഷികളോടും എല്ലാവിധ പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്നത് സകല പക്ഷികളോടുമല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പക്ഷികളോട് മാത്രം പറഞ്ഞിരിക്കുന്നത്? ഇത് അന്ന് നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ സംശയം ഉണ്ടായെങ്കിൽ അതേക്കുറിച്ച് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ സാധാരണ രീതിയിൽ വായിച്ചു പോകുന്ന ആൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. അത്രയും അർത്ഥം എടുക്കേണ്ട ആവശ്യം വരത്തില്ല. എന്നാൽ ഡീപ്പായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിന് സംശയം വരാം. ചോദിച്ചാൽ യഹസ്കേൽ പറഞ്ഞ കാര്യം പോലെ എന്തുകൊണ്ട് വെളിപ്പാട് പുസ്തകം പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം മറ്റൊന്നുമല്ല. ഇവിടെ വെളിപ്പാട് പുസ്തകം മൃഗങ്ങളെ ക്ഷണിക്കുന്നില്ല. അതിൻ്റെ കാരണം കാട്ടുമൃഗങ്ങൾ രാത്രിയിലാണ് ആഹാരം തേടി ഇറങ്ങുന്നത്. കാട്ടുമൃഗങ്ങൾ രാത്രിയിലാണ് ആഹാരം തേടി ഇറങ്ങുന്നത്. പക്ഷികൾ അങ്ങനെയല്ല. പക്ഷികൾ അതിൻ്റെ ആഹാരം തേടി പകലാണ് ഇറങ്ങുന്നത്. രാത്രി അത് അതിൻ്റെ കൂടുകളിൽ പോയി വിശ്രമിക്കും. അപ്പോൾ അന്ന് അത്താഴമായതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം. യെരൂശലേമിൽ നടക്കുന്ന അത്താഴമാണ്. അപ്പോൾ അത്താഴം നടക്കുമ്പോൾ അഥവാ ഈ മൃഗങ്ങൾക്കെല്ലാം, കാട്ടുമൃഗങ്ങൾക്കും പക്ഷികൾക്കുമെല്ലാം വിഭവ സമർത്ഥമായിരിക്കുന്ന ഒരു സദ്യ ദൈവം ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന ദൈവത്തിൻ്റെ പുത്രനെതിരെ സകല ജാതികളും വന്നു കൂടുമ്പോൾ അവരുടെ രക്തം അത് ഒഴുകി മലകൾ ഒഴുകിപ്പോകും. അത്രമാത്രം രക്തം ഒഴുകുന്ന ഒരു സമയം. നമുക്കറിയാം, കാട്ടുമൃഗങ്ങളും പക്ഷികളും ഒക്കെ മാംസവും രക്തവും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ഈ പക്ഷികൾ രാത്രിയിൽ കൂടുവിട്ട് വെളിയിൽ വരത്തില്ല. അതുകൊണ്ടാണ് അന്നൊരു വ്യത്യസ്തമായിരിക്കുന്ന സംഭവമായതുകൊണ്ട് പക്ഷികളെ ക്ഷണിക്കുകയാണ്, നിങ്ങൾ വെളിയിൽ വരണം. എന്നാൽ കാട്ടുമൃഗങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അവ ഇരതേടി പുറപ്പെടുന്ന രാത്രിയില്ല. അതുകൊണ്ടാണ് ഈ മൃഗങ്ങളോട് ഇവിടെ പറയാതിരിക്കുന്നത്. എന്നാൽ യഹസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവിധ കാര്യങ്ങളോടും കാട്ടുമൃഗങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് അത്താഴമായതുകൊണ്ടാണ് പക്ഷികളോട് അവരെ ക്ഷണിക്കുന്നത്. ആ സന്ദർഭം നടക്കുന്നതാണ്. യഹസ്കേൽ പ്രവചിച്ചപ്പോൾ അത് ഹർമോൻ യുദ്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ അന്ന് പക്ഷികളും കാട്ടുമൃഗങ്ങളും വിവിധ പക്ഷികളും എല്ലാം നാല് പുറത്തുനിന്ന് വന്നുകൂടി ഈ പറയുന്ന സകല രാജാക്കന്മാരുടെയും അന്ന് വന്നുകൂടുന്ന സകല വാഹനമൃഗങ്ങളുടെയും ഒക്കെ രക്തം കുടിക്കാൻ വേണ്ടി വന്നുകൂടും. കാട്ടുമൃഗങ്ങൾ വന്നുകൂടും, എല്ലാം വരും എന്നുള്ളത് പറയുമ്പോൾ അന്ന് അതിൽ വരാൻ സാധ്യതയില്ലാതെ കൂടുകളിൽ പോയി പാർക്കുന്ന പക്ഷികളോട് ദൈവത്തിൻ്റെ ദൂതൻ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളിന്ന് കൂടുവിട്ട് വെളിയിൽ വരണം. കാരണം ഇവിടെ മഹായാഗമായിട്ട് രക്തപ്പൊഴി ഒഴുകുന്നു. നിങ്ങൾക്ക് പതിവിന് വിരുദ്ധമായിരിക്കുന്ന ഒരു കാര്യം ദൈവം ഒരുക്കിയിരിക്കുന്നു, അതിൽ വന്നുകൂടുവീൻ എന്നാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നത്. പ്രവചനം 39:17 മുതൽ 20 വാക്യങ്ങൾ വായിച്ച് ഇതിനുള്ള ബന്ധത്തിൽ വെളിപ്പാട് 19 അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വ്യത്യാസം എന്താണെന്നുള്ളത് ഇന്ന് രാത്രിയിൽ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുവിനെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇവരെ വിളിക്കുക. അത് ഈ സംഭവം നടക്കുമ്പോൾ പ്രവാചകന്മാർ എഴുതി വെച്ചിരുന്ന കാര്യങ്ങൾ അനുസരിച്ച് നടക്കണം. അപ്പോൾ അത് നടക്കുന്ന സമയത്ത് അവരെ ക്ഷണിച്ച് ഇതിനു വേണ്ടി കൊണ്ടുവരണം. അതല്ലെങ്കിൽ പക്ഷികൾക്ക് അത് അറിയത്തില്ല. പക്ഷികളെ കൂട്ടുകളെന്ന് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി ദൈവം അവരെ വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൂതനെ നിയോഗിച്ചയക്കുന്നത് എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇനിയും ഇത് വായിക്കുമ്പോൾ സംശയം ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അന്ന്
വലിയ ഒരു മഹാ അത്താഴം. ഒരു കാര്യം, രണ്ട് അത്താഴമാണ് നടക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഈ അഭിഷിക്തനായിരിക്കുന്ന ദാവീദിനെ കൊല്ലുവാനായിട്ട് ഗോലിയാത്ത് വന്നുകൂടിയപ്പോഴും അവന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തയും എങ്ങനെയും ഈ ദാവീദിനെ കൊന്ന അവന്റെ ശരീരം ആകാശത്തിലെ പക്ഷികൾക്ക് വിട്ടുകൊടുക്കണമെന്നായിരുന്നു. അങ്ങനെയാണ് ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും എന്നുള്ള ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അവിടെ സംഭവിച്ചത്. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 45-46 വാക്യം വായിക്കുമ്പോൾ ഇവിടെ ദാവീദ് പറയുകയാണ്, ഞാനോ നിന്ദിച്ചിട്ടുള്ള യിസ്രായേൽ നിലകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ നില വരുന്നു. യഹോവ നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ഇങ്ങനെ അന്നത് സംഭവിച്ചു. അപ്പോൾ നിന്ദിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന എതിർ ക്രിസ്തു തന്നെത്താൻ ഉയർത്തിയ ദൈവമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന അഹങ്കാരത്തിന് നെറുകയിൽ നിൽക്കുന്ന എതിർ ക്രിസ്തു ഗോലിയാത്തിനെ പോലെ ആർക്കും അവനെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല എന്നുള്ള മനോഗതം അവനുണ്ട്, അവനോട് കൂടി വരുന്നവർക്കും ഉണ്ട്. എന്നാൽ സാക്ഷാൽ ദൈവമായ ക്രിസ്തു എന്ന അഭിഷിക്തൻ തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്ന യുദ്ധത്തിൽ അവൻ വാളുകൊണ്ടും കുന്തം കൊണ്ടും ഒന്നുമല്ല യുദ്ധം ചെയ്യുന്നത്. അവന്റെ തിരുവായിൽ നിന്ന് പുറപ്പെടുന്ന മിന്നലാം വാളിലാണ് അവരെ കൊന്നുകളയുന്നത്. ശത്രു സൈന്യത്തെ കൊന്നു അവനെതിരെ വരുന്ന സകല ശത്രു സൈന്യത്തെയും നിഗ്രഹിച്ച് അവിടെ ശവങ്ങളെ ആകാശത്തിലെ സകല പക്ഷികൾക്കും ആഹാരമാക്കി തീർക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് ലോകാവസാന സംഭവത്തോടുള്ള ബന്ധത്തിൽ പ്രകാരം പറഞ്ഞു, ശവങ്ങൾ ഉള്ളിടത്ത് കഴുക്കൾ കൂടുമെന്ന് പറഞ്ഞു. ഇപ്പോൾ വെളിപ്പാട് പറഞ്ഞു, കഴുക്കൾ വന്ന് കൂടും, ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് യേശുവിന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ പ്രവചനത്തോട് ബന്ധത്തിലെ കർത്താവ് പറഞ്ഞു, ശവമുള്ളിടത്ത് കഴുക്കൾ കൂടുമെന്ന് കർത്താവ് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹർമോദ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പം അത് സംബന്ധമായ ഒരു പുസ്തകം എഴുതാനായിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടും എന്നുള്ളത്. അപ്പോൾ അത് ഹർമോദ യുദ്ധത്തോടുള്ള ബന്ധത്തിലാണ്. ശവമുള്ളിടത്ത് കഴുക്കൾ കൂടും എന്ന് കർത്താവ് അന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് നമ്മൾ സാധാരണ രീതി വായിച്ചു കഴിഞ്ഞാൽ അതൊരു സാധാരണ സംഭവമാണെന്ന രീതിയിൽ പോകും. എന്നാൽ അങ്ങനെയല്ല കർത്താവ് സംസാരിച്ചത്. അത് വളരെ അർത്ഥവത്തായ രീതിയിൽ കർത്താവ് യേശു ക്രിസ്തു ലോകരക്ഷകനായിട്ട് വന്നിരിക്കുന്നു. എന്നാൽ അതേ ദൈവം തന്നെ ഭൂമിയിൽ വാളായി, മിന്നലാം വാളായി വന്ന് അവരെ നശിപ്പിച്ച് കളയും. അന്നത്തെ ആൾക്കാരെ, ദൈവനിഷേധികളായിട്ടുള്ളവരെ അവരെ ഇല്ലാതാക്കി കളയും എന്നുള്ള ഹർമോന യുദ്ധത്തോടുള്ള ബന്ധത്തിലാണ് കർത്താവ് മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 27-28 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, മിന്നൽ കിഴക്കെന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും. മനുഷ്യപുത്രൻ വരും, മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പറയാണ്, ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടും. 24-28 ഈ ഒരൊറ്റ വാക്യം നമ്മളെടുത്ത് അത് സംബന്ധമായി പഠിപ്പിക്കേണ്ട വിഷയം ഇപ്പം മനസ്സിലായാലും ഏതാണെന്നുള്ളത്. എഗസ്കേൽ പ്രവചനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് കഴുക് മുതലായ പ്രാവയ്ക്കൊക്കെയും കാട്ടുപോത്തിനും വരെയായി കൊടുക്കുമെന്ന് എഗസ്കേൽ പ്രവചനം 39-4 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ കഴുക് മുതലായ പറവയ്ക്കൊക്കെയും കാട്ടുപോത്തിനും വരെയായി കൊടുക്കുമെന്ന്. അപ്പോൾ അതേ പ്രവചനത്തെ കർത്താവ് എടുത്തുദ്ധരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ യേശുക്രിസ്തു ലോകത്തെ വന്ന് താൻ രക്ഷിക്കാൻ വന്ന ഒരു കാര്യം മാത്രമല്ല പറഞ്ഞത്, രക്ഷയുടെ ബന്ധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തെങ്കിലേക്ക് എത്തുമ്പോൾ കർത്താവ് ആരാകുന്നു? അവൻ ശിക്ഷിപ്പാൻ അധികാരമുള്ളവനാണ്, രക്ഷിപ്പാനും ശിക്ഷിപ്പാനും അധികാരമുള്ളവനാണ്. കർത്താവ് പറഞ്ഞു, ഒന്നാമത്തെ വരവിൽ ഞാൻ വന്നത് കഴുതപ്പുറത്ത് സമാധാനത്തിന് വേണ്ടിയാണ് വന്നത്. എന്നാൽ ഇനി രണ്ടാമത് വരുന്നത്, മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്, ഞാൻ കഴുതപ്പുറത്തല്ല വരുന്നത്, കുതിരപ്പുറത്താണ് വരാൻ പോകുന്നത്. അതേക്കുറിച്ച് കർത്താവ് ഒരൊറ്റ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടും. ഈ ഒരു വാക്യം, ഇതിൻ്റെ ആഴം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ മനസ്സിലാകും.
അന്ന് കർത്താവ് പറഞ്ഞ ഈ ഒരു സെന്റൻസിൽ 4-5 വാക്കുകളേ ഉള്ളൂ. ശവമുള്ളിടത്ത് കഴുക്കിൽ കൂടും. പക്ഷെ ഇതിന്റെ അർത്ഥം എത്രമാത്രം വലുതാണെന്നുള്ളത് ഇന്ന് രാത്രി മനസ്സിലായല്ലോ. അപ്പൊ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കിന് പിമ്പിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സംഭവങ്ങളാണ്. അപ്പോൾ ആ കർത്താവ് രണ്ടാമത്തെ വരവിനോടും അനുബന്ധമായി നടക്കുന്ന ഹർമോദ യുദ്ധത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് ശവമുള്ളിടത്ത് കഴുക്കൽ കൂടുമെന്ന്. അപ്പോൾ എഗസ്കേൽ പറയുന്ന പ്രവചനം കഴുക്കൾ മുതലായ വഴി ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ യഥാർത്ഥമായിരിക്കുന്ന ക്രിസ്തുവാണ്, എന്നാൽ ഏത് ക്രിസ്തു പ്രത്യക്ഷപ്പെടും നിങ്ങൾ അവന്റെ പിന്നാലെ പോകും. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. പിതാവിന്റെ നാമത്തിൽ വന്ന് നിങ്ങൾ എന്നെ അംഗീകരിച്ചില്ല. എന്നാൽ ഒരുത്തൻ സ്വന്തം നാമത്തിൽ വരും, നിങ്ങൾ അവനെ അംഗീകരിക്കും. അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങളുടെ തലമുറകൾ നിന്നു പോകത്തില്ല, തീർന്നു പോകത്തില്ല, ഇവിടെ കാണും. എതിർക്രിസ്തുവിന്റെ ഭരണം ഉണ്ടാകും. ആ സമയത്ത് അവനെ അംഗീകരിക്കും. അപ്പോൾ കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, യഥാർത്ഥത്തിലുള്ള രക്ഷകനായിരിക്കുന്ന കർത്താവ് ഇസ്രായേലിന്റെ രക്ഷകനായിട്ട്, യേശുവിന്റെ രക്ഷകനായിട്ട് പ്രത്യക്ഷപ്പെടും. പക്ഷെ അന്ന് നടക്കുന്ന യുദ്ധമുണ്ടാകും. അന്ന് കഴുക്കൾ കൂടത്തക്കവണ്ണമുള്ള ശവം ഉള്ള ഒരു പറമ്പായി, രക്തമൊഴുകുന്ന, വലിയ രക്തപ്പുഴ ഒഴുകുന്ന ഒരു സ്ഥലമായി ഹർമോദോൻ ഇസ്രായേലിന്റെ ആ സമതല പ്രദേശങ്ങൾ മാറും. അത് മുഖാന്തരമായി സമീപമുള്ള മലകൾ ഒഴുകിപ്പോകുമെന്നുള്ള വിഷയങ്ങളൊക്കെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളതൊക്കെ കണ്ണും പൂട്ടി അടച്ചു വെക്കാനുള്ള പുസ്തകമല്ല. ഇതിന്റെ പ്രവചനങ്ങളെല്ലാം എടുത്ത് വായിച്ച് നാം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വേദപുസ്തക പഠനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കാർക്കും പഠിച്ചു തീർക്കാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. വായിച്ചു തീർക്കാൻ കഴിയുമായിരിക്കും, പക്ഷേ ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ദൈവിക മർമ്മങ്ങൾ, രഹസ്യങ്ങളുടെ കലവറകളൊന്നും മുഴുവനായിട്ട് ആർക്കും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് പഠിക്കാമെങ്കിൽ വളരെ വളരെ അധികമായിട്ടുള്ള കാര്യങ്ങളോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും എന്നുള്ള വിഷയം. അതിൻ്റെ യഥാർത്ഥമായ വിഷയമെന്ന് കർത്താവ് പറഞ്ഞത് ഞാൻ രണ്ടാമത് വരുമ്പോൾ നടക്കുന്ന സംഭവത്തിലെ ഒരു സംഭവമാണ് ഹർമുദ യുദ്ധം. അന്ന് വലിയ സംഹാരമുണ്ടാകും. ആ സംഹാരത്തിൽ രക്തത്തിൻ്റെ വലിയ ഒരു ഒഴുക്കുണ്ടാകും. കാരണം ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ നിർദ്ദയം എതിർക്രിസ്തുവും അവന്റെ കിങ്കരന്മാരും കൂടി കഴുത്ത് അവരുടെ തലയിൽ നിന്ന്, അവരുടെ തല ശരീരത്തിൽ നിന്ന് ഛേദിച്ച് കളഞ്ഞ് അനേക ദൈവമക്കൾ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെ, അന്ന് ദൈവത്തിന് വേണ്ടി നിന്നവരുടെ രക്തം അവര് പല സ്ഥലങ്ങളിൽ അത് ഭൂമി കുടിച്ച് മത്തരായിരിക്കത്തക്കവണ്ണമായി തീർന്നപ്പോൾ സ്വർഗം കണ്ട് മൗനമായിട്ടിരിക്കത്തില്ല. അവൻ പ്രതികാരത്തിന്റെ ദൈവമാ, അവൻ ആ സമയത്ത് പ്രതികാരം ചെയ്യും. അപ്പോൾ എതിർക്രിസ്തുവും സൈന്യവും അവന്റെ ആൾക്കാരും കൂടി വരുമ്പോൾ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവരുടെ തല ശിരസ് ഛേദിക്കപ്പെട്ട് എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരത്തിന്റെ രക്തം ഭൂമിയിൽ ഒഴുകിയിട്ടുണ്ട്. അതുകൊണ്ട് രക്തം ഒഴുകണം, രക്തം ഒഴുകി അത് ഭൂമി രക്തം കുടിക്കണം. അതുകൊണ്ടാണ് അവരെ കല്ലെറിഞ്ഞു കൊല്ലാത്തത്. അന്നത്തെ പോലെ തൂക്കിക്കൊല്ലാത്തതിന്റെ കാരണം ഈ രക്തം ഒഴുകണം, ഭൂമി രക്തത്തെ കുടിക്കണമെന്നുള്ളത് പ്രവാചകന്മാർ മുഖാന്തരം ദൈവ നിർണയമായതുകൊണ്ടാണ് ഏത് ക്രിസ്തു സമയത്ത് 3.5 വർഷക്കാലത്ത് ഈ കഴുത്ത് മുറിച്ച് അഥവാ ഭീകരമായിരിക്കുന്ന ഒരു അനുഭവത്തിൽ ആൾക്കാരെ കൊന്നുകളയും. നമുക്കറിയാം, ഇപ്പോൾ ഉണ്ടാകുന്ന പല ഭീകര പ്രവർത്തനങ്ങളിലും ഇങ്ങനെയുള്ള രീതിയിലുള്ള കൊലപാതകങ്ങളാണ് നടക്കുന്നത്. നമുക്കറിയാമല്ലോ, നൈജീരിയയിലും മറ്റു പല സ്ഥലങ്ങളും തട്ടിക്കൊണ്ടു പോകുന്നവർ അവർ ചെയ്യുന്ന ഭീകര പ്രവർത്തിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്രകാരം തല ഛേദിച്ച് കളഞ്ഞാണ് കൊന്നുകളയുന്നത്. ഇത് തുടക്കമിടുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ തല ഛേദിക്കപ്പെടും. നമ്മളിത് പഠിച്ചിരുന്നു. ഇതൊന്നും ചെറിയ കാര്യമായിട്ട് ചിന്തിക്കാതെ അങ്ങനെ രക്തം കുടിച്ച്, ഭൂമി രക്തം കുടിച്ച് അനേക വിശുദ്ധന്മാരുടെ ജീവനെ കുടിക്കേണ്ടതായിട്ട് വരും. അവരുടെ ആത്മാക്കളെ ഭൂമിക്ക് കീഴിൽ യാഗപീഠത്തിന് കീഴിൽ വെക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചു. ഇതെല്ലാം സ്വർഗം കണക്കൂട്ടി വെച്ചിട്ട് ഇതിന്റെ പിമ്പിൽ പ്രവർത്തിച്ചവനെയും അവന്റെ ആൾക്കാരോടും ഇടപെടാൻ വേണ്ടി, അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് യേശു രണ്ടാമത് വരുന്നതിന്റെ ഒരു സുപ്രധാന സംഭവമാണ് ഹർമോദ യുദ്ധം. ഇതേക്കുറിച്ച് ഇനി കൂടുതൽ ഞാൻ വിവരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയുള്ളപ്പോൾ ബാക്കിയുള്ളതൊക്കെ വായിച്ചെടുത്താൽ മതി. അപ്പൊ ശവമുള്ളിടത്ത്
കഴുക്കൾ കൂടുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഹർമോദവും യുദ്ധത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അന്നത് സംഭവിക്കുമ്പോൾ അന്ന് കൂടി വരുന്ന ആൾക്കാരെ എല്ലാം നശിപ്പിക്കും. അന്ന് രക്തത്തിന്റെ വലിയ ഒരു ഒഴുക്ക് മുഖാന്തരമായി അത് എത്ര മീറ്റർ ഉയരത്തിൽ ഉയരും എന്നുള്ളത് ഞാനൊരു കണക്ക് അവിടെ കാണിച്ചു. അത് കാണിച്ചത് ഏതോമിനെ ഇല്ലാതാക്കുമ്പോൾ നടക്കുന്ന ചക്കുമെതിക്കുന്നതിനെ കുറിച്ചുള്ളതാണെങ്കിൽ ദൈവം ഇരുമ്പ് വടി കൊണ്ട് രാജാക്കന്മാരെ മൺകുടങ്ങൾ പോലെ അവരെ ഉടച്ചു കളയുന്നതിനെ കുറിച്ചും അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാചനമാകുന്ന വാളുകൊണ്ട് മനുഷ്യരുടെ തലകളെ അറുത്ത് കളയുന്ന, അല്ലെങ്കിൽ അപ്രകാരം രക്തം ചിന്തി എല്ലാവരും പിടഞ്ഞു വീണ് മരിക്കുന്നതിനെ കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ഒരൊറ്റ വാക്യത്തിൽ ഒതുക്കി ശവമുള്ളിടത്ത് കഴുക്കൾ കൂടുമെന്ന്. എന്തുകൊണ്ടാണ് പക്ഷികളെ വിളിക്കുന്നുള്ളത് മനസ്സിലായല്ലോ. കാട്ടുമൃഗങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ല. അവ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് വെളിയിൽ വരും. പക്ഷെ പക്ഷികൾ വെളിയിൽ വരത്തില്ല. അതുകൊണ്ടാണ് അവരോട് പറയുന്നത് ഇന്ന് നിങ്ങളുടെ അത്താഴമാ. ഇതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്താഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ പറയുന്ന പക്ഷി മൃഗാദികൾ, ഈ പറയുന്ന കാട്ട് ഹിംസ്രജന്തുക്കൾ, മാംസഭുക്കളായിരിക്കുന്ന എല്ലാം പിന്നീട് സസ്യഭുക്കളായിട്ടാണ് മാറുന്നത്. കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ ഈ പറയുന്ന ഒരു മൃഗങ്ങളും മാംസഭുക്കുകളല്ല. എങ്ങനെയാണോ ഈ പറയുന്ന മാംസഭുക്കുകളാകുന്നതിന് മുമ്പുള്ള പുരാതന ലോകത്തിലായിരുന്നത് അതുപോലൊരു അനുഭവത്തിലേക്കായിരിക്കും സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അന്ന് സിംഹം വൈക്കോൽ തിന്നും എന്നൊക്കെ പറഞ്ഞ് അതിനോടുള്ള ബന്ധത്തിൽ അതേക്കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ അത്താഴം എന്ന് പറയുന്നത് മഹാദിവസ യുദ്ധത്തിലെ അത്താഴം എന്ന് പറയുന്നത് അന്ന് തീരുകയാണ്. രക്തം കുടിക്കുന്ന, മനുഷ്യരുടെ രക്തം തിന്നുന്ന, മാംസം കുടിക്കുന്ന അവസാനത്തെ യുദ്ധമാണ് ഹർമുദ യുദ്ധം. അതിനുശേഷം മൃഗങ്ങളെല്ലാം സസ്യബുക്കുകളായി മാറും. സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് വരുമ്പോൾ പിന്നീട് ഒരു മൃഗങ്ങൾ പോലും അത് മാംസബുക്കുകളല്ല, രക്തം കുടിക്കുന്നവയല്ല, അത് മാംസം തിന്നത്തില്ല, അത് മനുഷ്യനോട് ഇണങ്ങി ജീവിക്കുന്നതായിരിക്കും എന്നാണ് സഹസ്രാബ്ദ വാഴ്ച. അതുകൊണ്ടാണ് ഇതിനെ അത്താഴം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു അത്താഴം അത് പക്ഷികൾക്കും കാട്ടുമൃഗങ്ങൾക്കുമുള്ള ഒരു കാര്യങ്ങളുള്ള ബന്ധത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അവർക്ക് അത് അത്താഴമായി ദൈവം ഒരുക്കുമ്പോൾ ഞെരുക്കവും ദുഃഖവും പ്രയാസവും കണ്ണുനീരും നിലവിളിയും ആണ് ഇവിടെ ഉണ്ടാകുന്നത്. എന്നാൽ മറുഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു അത്താഴമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്ന ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അകത്ത് ദൈവം വിശുദ്ധന്മാരുമായി വന്നു കഴിയുമ്പോൾ, നമ്മൾ കണ്ടല്ലോ, വ്രതന്മാരെ കൂട്ടി ബാങ്കറ്റ് ഹാളിൽ പ്രവേശിപ്പിച്ചു കഴിയുമ്പോൾ അവരെ അവിടെ ആക്കിയിട്ട് കല്യാണ സദ്യക്കുള്ള ഒരുക്കങ്ങളോട് നടത്തുമ്പോൾ പുറത്ത് നടക്കുന്നത് വിലാപത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും വലിയ കഷ്ടതയുടെ ഒരു സമയം. അതിൻ്റെ അത്താഴമാണ് നടക്കുന്നെങ്കിൽ, മൃഗങ്ങൾക്ക് അത്താഴമാണെങ്കിൽ കുഞ്ഞാടിൻ്റെ കല്യാണത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഈ പറയുന്ന അറയ്ക്കുള്ളിൽ കല്യാണ വിരുന്നുശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇതെല്ലാറ്റിനും നമ്മളൊക്കെ ഇതിന് സാക്ഷ്യം വഹിക്കേണ്ടവരാ. നമ്മളിതിന് സാക്ഷ്യം വഹിക്കണം. ഇന്നത് വായിക്കുമ്പോൾ ഈ പറയുന്ന ഒരു കാര്യം പോലും നമുക്ക് മറവായിരിക്കത്തില്ല. ഇതിനെല്ലാം ദൈവത്തോട് കൂടെ വരുന്ന സൈന്യത്തിൽ ഉൾപ്പെടുന്ന, മണവാട്ടി സഭയിൽ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ അതിനോടുള്ള ബന്ധപ്പെടുന്ന കർത്താവിനോട് വിശുദ്ധന്മാരാണെങ്കിൽ നമ്മളെല്ലാം കൂടിയാണ് അന്ന് കർത്താവിനോട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പഠിക്കുമ്പോൾ ഇത് നമ്മളൊരു കേട്ട് ജസ്റ്റ് മറന്നു കളയുകയല്ല ചെയ്യേണ്ടത്. ഇന്നത് വായിക്കുമ്പോൾ, ഇന്നത് പഠിക്കുമ്പോൾ മനസ്സിലാകുക, കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം ശവമുള്ളിടത്ത് കഴുക്കൾ കൂടുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ആ മഹാസംഹാരം ഉണ്ടാകുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ അത് സംഭവിക്കുമ്പോൾ നമ്മുടെ കർത്താവിനോട് നമ്മളും കാണും എന്നുള്ളത് നിശ്ചയമായിട്ടും നമുക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഇതേക്കുറിച്ച് പഴയ നിയമ പ്രവചനങ്ങൾ മാത്രമല്ല, ദിസാനുള്ള ബന്ധത്തിലാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ, 2-ാമത്തെ ലേഖനത്തിൽ
കർത്താവിൻ്റെ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ, രണ്ടാമത്തെ വരുന്ന പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പഴയ നിയമ പ്രവാചകന്മാർ ഇസ്രായേലിന് ഊന്നൽ കൊടുത്താ പറഞ്ഞിരിക്കുന്നെങ്കിൽ, സുവിശേഷത്തിനോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ഉള്ള ശേഷിപ്പിനുള്ള ബന്ധത്തിലാണ് കർത്താവ് പൗലോസിലൂടെ തെസ്സലോനിക്കർക്കെതിരെ അതിൻ്റെ 1-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവിൻ്റെ നമ്മുടെ കർത്താവ് യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ഇവിടെ നിങ്ങൾ എന്ന് പറഞ്ഞിരിക്കുക, ഇത് ദൈവസഭയോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതല്ല. പൗലോസ് ഈ 2-ാമത്തെ ലേഖനം എഴുതിയിരിക്കുമ്പോൾ പറയുകയാണ്, ഞങ്ങൾ പ്രത്യക്ഷപ്പെടും കർത്താവിൻ്റെ കൂടെ. നമ്മളിത് വായിക്കുമ്പോൾ നമ്മളിത് ഏത് ഭാഗത്തിൽ പെടുമെന്നുള്ളത് മനസ്സിലാക്കണം. കൊണ്ട് യാത്രയൊക്കെ പോകാൻ തയ്യാറായി, ഏത് യാത്രയ്ക്കാണ് പോകേണ്ടത്, ഏത് ട്രെയിനാണ് പോകേണ്ടത്, ഏത് വണ്ടിക്കാണ് പോകേണ്ടത് എന്നുള്ളത് അറിയത്തില്ല, ഏതിൽ പെടുമെന്നും അറിയത്തില്ല. ഇവിടെ പറയുന്ന 2 ദിവസം 1-ാം അധ്യായം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, യേശു സകല ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകും. ആ പ്രത്യക്ഷനാകുന്ന കൂട്ടത്തിൽ ഞങ്ങൾ അവനോട് കൂടി ഉണ്ട്. രാത്രി അത്തേക്ക് പറയാൻ കഴിയും. പൗലോസ് പറഞ്ഞിരിക്കുന്ന അതേ വചനം നമുക്കും ബാധകമാണ്. അവനോടുകൂടെ ചേരാനുള്ള വിശുദ്ധിയിലാണ് നാം മരിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ക്രിസ്തുവിനോടുകൂടി തേജസ്സിൽ പ്രത്യക്ഷപ്പെടാനുള്ളവരാണ്, അവനോടുകൂടെ വരാനുള്ളവരാണ്. കർത്താവ് യേശു സുവിശേഷം അനുസരിക്കാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടി ആശ്വാസം പകരം നൽകുന്നത് ദൈവസന്നിധി നീതിയല്ലോ. ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വാസിച്ച് എല്ലാവരിലും താൻ അതിശയവിഷയമാകേണ്ടതിന് വരുമ്പോൾ, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്തോടു കൂടിയ മഹത്വവും വിട്ടകർന്ന് നിത്യനാശമെന്ന ശിക്ഷാവധി അനുഭവിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ ഞങ്ങളെ കർത്താവ് യേശുവിൻ്റെ നാമങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്നും നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ പൗലോസ് കർത്താവിൻ്റെ 2-ാമത്തെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ്റെ പ്രത്യാശയെക്കുറിച്ച് 1 തെസ്സലോനിക്കർക്ക് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2-ാമത്തെ തെസ്സലോനിക്കർക്ക് ലേഖനത്തിൻ്റെ ഇതിവൃത്തം അത് 2-ാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ പീഡ അനുഭവിക്കുന്ന ഞങ്ങൾക്ക് എന്നും പറഞ്ഞാൽ വളരെയധികം കഷ്ടം നിറഞ്ഞ കർത്താവ് നാളുകളെ ചുരുക്കുന്ന വൃദ്ധന്മാരുടെ ബന്ധത്തിൽ പറയുകയാണ്. സുവിശേഷ വൃദ്ധന്മാരുടെ ബന്ധത്തിൽ പൗലോസോട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളോടുകൂടി ആശ്വാസം പകരം നൽകുന്നത് ദൈവസന്നിധി നീതിയല്ലോ. നിങ്ങൾ പുനരുത്ഥാനമൊന്നും പ്രാപിക്കത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് ആശ്വാസം പകരാൻ സാധിക്കും. ഞങ്ങൾക്കത് തേജസ്സൊന്നും കിട്ടത്തില്ല. അന്ന് കേൾക്കപ്പെടുന്നവർക്ക് ആശ്വാസം കിട്ടും. ദൈവം അവരെ ആശ്വസിപ്പിക്കും. അവരെ ചേർത്ത് കൊണ്ട് ആശ്വസിപ്പിച്ച് അവരെ വിരുദ്ധശാലയിലേക്ക് പ്രവേശിപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും അവര് നിത്യനാശമെന്ന ശിക്ഷാവധി അനുഭവിക്കും. അത് പറഞ്ഞിരിക്കുന്നത് നിത്യശിക്ഷാവധി അനുഭവിക്കുന്ന പറഞ്ഞിരിക്കുന്നത് നിത്യനാശമെന്ന ശിക്ഷാവധി എന്ന് പറഞ്ഞാൽ അന്ത്യന്യായവിധിയാണ്. ഈ പഠിച്ചു പോകുമ്പോൾ ഓരോ വാക്കുകളും ശരിയായ രീതിയിൽ പഠിച്ചു പോകുന്നവർക്ക് ഇതിൻ്റെ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഗഹനമായ കാര്യങ്ങൾ മനസ്സിലാകും. ഇവിടെ ശിക്ഷാവധി വരുമെന്നല്ല പറയുന്നത്, നിത്യനാശമെന്ന ശിക്ഷാവധി അനുഭവിക്കും. അതിൻ്റെ അർത്ഥം കർത്താവ് 2-ാമത് വരുമ്പോൾ അന്ന് ഭൂമിയിൽ ജീവനോടിരിക്കുന്ന സകല ദുഷ്പ്രവർത്തിക്കാരും നിഷ്ഠൂരമായി പ്രവർത്തിച്ചവരും സുവിശേഷത്തെ അവരെക്കുറിച്ച് പറയുക, അവർ നിത്യശിക്ഷാവധിയാകുന്ന നിത്യ നരകാഗ്നിയിലേക്ക് അവരെ ജീവനോടെ തള്ളിക്കളയും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഞാൻ ഈ പറഞ്ഞു പോകുന്നത്, ഈ വചനം വായിച്ചു വരുമ്പോൾ അത് അന്നേരം വ്യാഖ്യാനിക്കണം.
അത് പിന്നീട് അതിൻ്റെ സബ്ജക്റ്റിനോട് ബന്ധത്തിൽ വ്യാഖ്യാനിക്കണം. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഈ പറയുന്ന കാര്യം ഇപ്പോൾ നിങ്ങളത് വിട്ടുകളയരുത്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയല്ല. ഈ 2 തെസ്സലോനിക്കർക്ക് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അന്നാണ് ദൈവം അന്ത്യന്യായവിധി ജീവനോടിരിക്കുന്ന സകലരെയും ന്യായം വിധിച്ച് നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നതിനെക്കുറിച്ച് പൗലോസ് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ അല്ല കാര്യം പറഞ്ഞിരിക്കുന്നത്, സുവിശേഷത്തിനുള്ള ബന്ധത്തിലുള്ള കാര്യം പറയും. അതുകൊണ്ട് സഭയുടെ ശേഷിപ്പ് ഉണ്ടാകുമോ എന്ന സംശയമുള്ള പ്രിയപ്പെട്ടവര് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്തണം. സഭയുടെ ശേഷിപ്പുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തതയാണ് 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് മനസ്സിലായത്. ഇസ്രായേലിനോട് പറഞ്ഞ കാര്യമല്ല. ഇസ്രായേലിനോട് പറഞ്ഞ കാര്യങ്ങൾ എഹെസ്കേൽ പ്രവചനത്തോട് ബന്ധത്തിലും നമ്മൾ യെശയ്യാവിന്റെ പ്രവചനത്തോട് ബന്ധത്തിലും നമ്മൾ ചിന്തിച്ചു. എന്നാൽ സുവിശേഷത്തിന്റെ ശേഷിപ്പ് അവസാനത്തോളം, ലോകാവസാനത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ദൈവം വെച്ച് തെളിയിച്ചാ പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് മധ്യാകാശ പ്രത്യക്ഷയോട് കൂടി സഭ എടുക്കപ്പെട്ട് തീർന്നു, പിന്നീട് യഹൂദൻ മാത്രമേ ഉള്ളൂ ലോകത്തിൽ നിന്ന് പഠിപ്പിക്കുന്നവരോടാ പറയുന്നത്. അങ്ങനെയല്ല എന്ന് വചനത്തിൽ തെളിവിലാണ് പറയുന്നത്. ഇങ്ങനെ കർത്താവ് അഗ്നിജാലിൽ പ്രത്യക്ഷമായിട്ടാണോ മധ്യാകാശ പ്രത്യക്ഷ സംഭവിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ സഭ മുഴുവൻ എല്ലാവരും എടുക്കപ്പെടുമോ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ? ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇവിടെ വളരെ വ്യക്തമല്ലേ, മധ്യാകാശ പ്രത്യക്ഷതയിൽ കർത്താവ് അഗ്നിജാലയിലല്ല പ്രത്യക്ഷപ്പെടുന്നത്. അന്ന് ആരും അറിയാതെ കർത്താവ് മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടും. അവനോടുകൂടെ ചേരാനുള്ളവരെ എടുത്തുകൊണ്ട് കർത്താവ് സ്വർഗാസ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അതല്ലാതെ മധ്യാകാശത്തിൽ മണിയറയില്ല, മധ്യാകാശത്തിൽ വിവാഹവുമില്ല. ഈ എടുക്കപ്പെടുന്ന സഭയെ സ്വർഗീയ സിംഹാസനത്തിലേക്ക് കൊണ്ടുപോകുന്നത് അത് വെളിപ്പാട് ദിവസം 12-ാം അധ്യായം പഠിച്ചവർക്കും അംഗീകരിക്കുന്നവർക്കും വളരെ കൃത്യമായി മനസ്സിലാകും. അത് മനസ്സിലാകാതെ, ഗ്രഹിക്കാതെ, അംഗീകരിക്കാതെ പോകുന്നവർക്ക് എന്നും മധ്യാകാശത്തും മണിയറിയും മണിപ്പന്തലും വിവാഹമൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചും പറയട്ടെ, വേദപുസ്തകത്തിൻ്റെ പഠനത്തിൽ വ്യക്തതയോടുകൂടി പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവസഭ മധ്യാകാശ പ്രത്യക്ഷയോടുകൂടെ തീർന്നു പോകുന്നില്ല. 7 പൊൻനിലവിളക്കുകളുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ളത് 2 നിലവിളക്കുകളുടെ കാലങ്ങളാണ്. അത് സാത്താനിക മഹോത്സവത്തിന്റെ അവസാനത്തോടുകൂടി, ക്രിസ്തുവിന്റെ ഭരണാരംഭത്തോടുകൂടി ആ 1-ാമത്തെ നിലവിളക്കിലുള്ളവർ പുനരുത്ഥാനം പ്രാപിക്കുന്നു. അത് 2-ാമത്തെ സ്വർഗമാകുന്നു. അത് പർദീസിലെ 2-ാം സ്വർഗത്തിലുള്ളവരാണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ 2-ാമത്തെ നിലവിളക്ക് പുനരുത്ഥാനം പ്രാപിക്കുന്നത് ക്രിസ്തുവിന്റെ ഭരണത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്നവരാണ്. നിലവിളക്ക് കാണിക്കുന്ന സഭയുള്ള ബന്ധത്തിലും സുവിശേഷ ബന്ധത്തിലുള്ള കാര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ അവരുടെ പുനരുത്ഥാനം 1-ാമത്തെ പുനരുത്ഥാനമാണ്. 1-ാമത്തെ പുനരുത്ഥാനം കഴിഞ്ഞാൽ പിന്നെ ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനമുള്ളൂ. അപ്പോൾ 1-ാമത്തെ പുനരുത്ഥാനത്തിൽ രക്തസാക്ഷികൾ ഉണ്ടെന്നുള്ളതും ഇപ്പോൾ ഈ 2 നിലവിളക്ക് കാണിക്കുന്നത് ഇവരാകുന്നു. എന്നാൽ അതിനുശേഷമായി കൈവിളക്ക് എന്ന കന്യകമാരുടെ ബന്ധത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് സുവിശേഷത്തിന്റെ അവസാന ശേഷിപ്പാകുന്നെന്നും അവരെയാണ് വ്രതന്മാരായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നുമാണ് വേദപുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ, പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ, പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഇന്ന് വരെയും വെളിപ്പാട് പുസ്തക പഠനം ശരിയായി മനസ്സിലാകാത്തവരാരെങ്കിലും ഇപ്പോഴും പണ്ട് പഠിപ്പിച്ച പല്ലവി പാടിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വ്യക്തവും തെളിവുമായി സംസാരിക്കുന്നത്, കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ അവനോട് ചേർക്കപ്പെടുവാൻ തികവുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് അത് സംഭവിക്കുമ്പോൾ നമുക്ക് അവനോട് ചേർക്കപ്പെടണം. എന്നാൽ ആ 100 മേനി തികയാത്തവർ ഭൂമിയിൽ ശേഷിച്ചിരിക്കും. അവർ 2 നിലവിളക്കിൽ ഉൾപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. നഷ്ടപ്പെട്ട് കളയാതെ അതിൽ ആയിക്കൊള്ളണം. ഇനി അതിലും പറ്റുന്നില്ല എങ്കിൽ അവസാനം 7 വർഷത്തോട് ഉള്ള ബന്ധത്തിൽ കഴിയുമ്പോൾ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ കൈവിളക്ക് എന്ന കന്യകമാരുടെ കൂടെ ആണെങ്കിൽ അന്നത്തെ നടക്കുന്ന കല്യാണ സദ്യക്ക് പ്രവേശിക്കാം. എന്നാൽ കർത്താവിനോടുകൂടെ കല്യാണത്തിൽ പങ്കെടുക്കണമെങ്കിൽ, സ്വർഗതേജസ് പ്രാപിക്കണമെങ്കിൽ ഒന്നുകിൽ നീ മണവാട്ടിയായിരിക്കണം, അല്ലെങ്കിൽ മണവാട്ടിയുടെ തോഴിമാരായിരിക്കണം. അഥവാ സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവർക്ക് മാത്രമേ സ്വർഗാസ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഞാൻ ആവർത്തിച്ച് എത്ര പ്രാവശ്യം പറയും. കാരണം ഇത് പറഞ്ഞ്
എനിക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല. പരിശുദ്ധമായ എന്നെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എവിടെ ക്ലാസ് എടുത്താലും എവിടെ പഠിപ്പിച്ചാലും ഈ വിഷയം പഠിപ്പിക്കുന്നത്. അതിനെ ആരെതിർത്താലും എനിക്ക് വിഷയമില്ല. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യമായതുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ ബന്ധത്തിലും 2 നിലവിളക്കുകളുടെ ബന്ധത്തിൽ ആരാണെന്നുള്ളതും കൈവിളക്കേന്തിയ കന്യകമാരാരാണെന്നും ദൈവസഭ ഇന്നത്തെ വിശ്വാസ സമൂഹം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് എൻ്റെ ദൗത്യം ഞാൻ ഈ ക്ലാസ്സുകളിൽ എനിക്ക് ലഭിക്കുന്ന സകല മീറ്റിങ്ങുകളിലും ഏത് മീറ്റിംഗ് കിട്ടിയാലും കർത്താവിനോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. എനിക്കിത് വെളിയിൽ പോയി പ്രസംഗിക്കാൻ പറ്റത്തില്ല. പരസ്യയോഗത്തിൽ ഈ വിഷയം പറയാൻ പറ്റത്തില്ല. സഭയെ ശേഷിപ്പെടുന്നത് പറയാൻ പറ്റത്തില്ല. പരസ്യയോഗത്തിൽ പ്രസംഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഹർമോൻ യുദ്ധത്തെക്കുറിച്ചും വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും പ്രസംഗിക്കും. പക്ഷേ സഭയുടെ 100 മേനിയെക്കുറിച്ചും 60 മേനിയെക്കുറിച്ചും 30 മേനിയെക്കുറിച്ചും ഒക്കെയുള്ള ദൂതുകൾ, 7 പൊൻനിലവിളക്കിനെ കുറിച്ചും 2 നിലവിളക്കിനെ കുറിച്ചും 10 കൈവിളക്കെന്ന കന്യകമാരിൽ 5 പേർ ബുദ്ധിയുള്ളവരെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നത് ദൈവസഭകളിലാണ് പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് വെളിപ്പാട് ദിവസം പഠിപ്പിക്കുമ്പോൾ ഈ വിഷയത്തെ ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ സന്തോഷം. ഞാനത് ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് ഈ സംശയം മാറി കർത്താവിൻ്റെ വരവിനോട് ഒരുക്കപ്പെടണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 2 തെസ്സലോനിക്കർക്ക് ലേഖനം വായിക്കുമ്പോൾ നിത്യനാശം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ കർത്താവ് യേശു ക്രിസ്തു വരുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. മഹത്വ സിംഹാസനം അന്ത്യനായ വിധി അവരുടെ ബന്ധത്തിൽ നടക്കുന്നു എന്നുള്ളതും രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ വചനം പഠിച്ച് അതിൻ്റെ ക്ലിയർ ആയിട്ട് റൂട്ടിലാണ് പോകുന്നെങ്കിൽ വേദപുസ്തകത്തിലെ ഏത് വചനം നമ്മൾ ഏത് പ്രവചനം എടുത്ത് പഠിച്ചാലും നമുക്കവിടെ അതിന് ഒന്നിനോടൊന്ന് പൊരുത്തപ്പെട്ട് നിൽക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവചനമോ എഗെസ്കേൽ പ്രവചനമോ സങ്കീർത്തനമോ പുതിയ നിയമമോ പഴയ നിയമമോ ഏത് പ്രവചനം എടുത്ത് പഠിച്ചാലും ഇതിൻ്റെ റൂട്ട് ശരിയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പോകാൻ സാധിക്കും. പക്ഷേ എവിടെയെങ്കിലും നമ്മൾ തെറ്റിപ്പോയാൽ നമ്മൾ പിന്നെ അവിടെ കിടന്ന് കുഴഞ്ഞു പോവുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് വരെ പരിശുദ്ധാത്മാവ് നമ്മളെ ആ റൂട്ടിലൂടെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കി ഗ്രഹിച്ചു പോകണമേ എന്ന് ഞാൻ വിനീതമായിട്ട് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇതേക്കുറിച്ച് യെശയ്യാവിന്റെ 66 അധ്യായം 15-16 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യഹോവ തൻ്റെ കോപത്തെ ഉഗ്രതയോടും തൻ്റെ ശാസനയെ അഗ്നിയാലോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും. അവൻ്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ഇരിക്കും. യഹോവ അഗ്നി കൊണ്ടും വാളുകൊണ്ടും സകല ജനത്തോടും വ്യവഹരിക്കും. യഹോവയുടെ നിഗതന്മാർ വളരെയായിരിക്കും. പ്രവചിച്ചു 66 അധ്യായം 15-16 വാക്യങ്ങളിൽ. ഇങ്ങനെയൊക്കെ പ്രവചിച്ചതേക്കുറിച്ച് എടുക്കണമെങ്കിൽ കർത്താവിന്റെ മഹത്വ പ്രതിഷ്ഠയെക്കുറിച്ച് പഠിപ്പിക്കണമെങ്കിൽ എത്ര ദിവസം വേണേലും പഠിപ്പിക്കാം. പ്രസംഗത്തിന് ഒരു ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. വിഷയം ഇഷ്ടം പോലെ വചനത്തിൽ കിടപ്പുണ്ട്. ഓരോന്നിനും അതിൻ്റെ പിൻപിൽ കിടക്കുന്ന കാര്യങ്ങളെ കൊണ്ടുവരാമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് രാത്രി മുഴുവൻ ഇരുന്നാലും ഈ വിഷയം തീരാൻ കഴിയത്തില്ല. കാരണം പ്രവചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട കിടക്കുന്നത്. അപ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യം യെശയ്യാവിന്റെ പ്രവചനത്തിൽ 66 അധ്യായം 15-16 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട കിടക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? യഹോവ തൻ്റെ കോപത്തെ ഉഗ്രതയോടും തൻ്റെ ശാസനയെ അഗ്നിജാലയോട് കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും. അവരുടെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ഇരിക്കും. യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും സകല ജഡത്തോടും വ്യവഹരിക്കും. ഇവിടെയും നിഗതന്മാർ വളരെയായിരിക്കും. ഇതിൻ്റെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വെളിപ്പാട് ദിവസം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തീയോണ്ട് ഇത് പ്രവർത്തിക്കും. അവൻ അഗ്നി കൊണ്ടും വാളുകൊണ്ടും ആണ്. അപ്പോൾ നമുക്കറിയാം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, വചനം പോലെയാണ്. അത് ദഹിപ്പിക്കും, അത് കൊന്നുകളെ. അപ്പോൾ അഗ്നി കൊണ്ടും വാളുകൊണ്ടും സകല ജഡത്തോടും വിവരിക്കും. യഹോവയുടെ നിഗതന്മാർ വളരെയായിരിക്കും. ചുട്ടുകളയുകയല്ല, കൊന്നിടുകയാണ് ചെയ്യുന്നത്. കാരണം ഇവരവിടെ ചീഞ്ഞ് കിടക്കണം. കാരണം വിശുദ്ധന്മാരെയൊക്കെ കൊന്ന് സന്തോഷിച്ചതല്ലേ. കാരണം അന്ന് സന്തോഷിച്ചതാണല്ലോ 3 ദിവസം വെയിലും ഒക്കെ കൊണ്ട് യെരൂശലേമിന്റെ വീതിയിൽ ഇട്ടതല്ലേ. അതുപോലെ കർത്താവ് പറയുകയാണ്, ഇവരെ അവിടെ കിടന്നോട്ടം നിഗതന്മാർ വളരെയാകും. ഇതിലെ പിന്നെ ശവടക്കതിനെ കുറിച്ചൊക്കെ വെളിപ്പാട് ദിവസം എഗെസ്കേൽ 38-39 അധ്യായം വായിച്ചാൽ മതി. അതിലാണ് 7 മാസം അവർ കൊണ്ടുവന്ന ആയുധങ്ങൾ കൊണ്ട് തീ കത്തിക്കുമെന്നും ഒരു ഡെഡ് ബോഡി കാണുമ്പോൾ അവിടെ അടയാളം വെക്കുമെന്നും അതിനെ കൊണ്ടുപോയി ശവടക്കുമെന്നും അങ്ങനെ ആ ദേശം ശുദ്ധീകരിക്കാൻ വേണ്ടി മാസങ്ങൾ പിടിക്കുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ വെളിപ്പാട് എഗെസ്കേൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വിശദീകരിക്കാൻ പോകുന്നില്ല.
അപ്പോൾ ഇത് ഇന്ന് രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാകും. നമുക്കത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണ്. അത്രയേ ഉള്ളൂ. നമ്മളിതിനെ അംഗീകരിച്ചു പോയാൽ ദൈവം തരുന്ന വചനത്തെ നിങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പ്രകടിപ്പിക്കാം. നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലതായ പഠനമോ അല്ലെങ്കിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചിന്തിക്കത്തക്ക രീതിയിലുള്ള ഇത് സംബന്ധമായ വിഷയങ്ങളോട് ബന്ധത്തിൽ അറിവോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന ആർക്കും ഞാനീ പറയുന്ന കാര്യങ്ങൾ ഇതിനോടൊന്നും ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത് തെളിയിക്കാമെങ്കിൽ നിശ്ചയമായിട്ടും ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ വേദപുസ്തകത്തിലെ വചനത്തെ ആർക്കും വളച്ചൊടിക്കാൻ കഴിയത്തില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യതയുള്ളതാണ്. പിന്നെ അല്പസ്വല്പ വ്യതിയാനങ്ങളൊക്കെ പഠനത്തോടുള്ള ബന്ധത്തിൽ കുറച്ച് കഴിയുമ്പോൾ അല്പമൊക്കെ മാറ്റമൊക്കെ വരാറുണ്ട്. പക്ഷെ അത് എല്ലാ പഠനത്തിലും ഉണ്ടാകുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എഴുതപ്പെട്ട സമയത്തേക്കാൾ അത് പഠിപ്പിച്ച് 1-2 പ്രാവശ്യം പഠിപ്പിച്ചതിനേക്കാൾ 3-ാമത്തെ പ്രാവശ്യം പഠിക്കുമ്പോൾ അല്പസ്വല്പ വ്യത്യാസമുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. ചില മാറ്റങ്ങൾ എനിക്ക് ഇത് ആദ്യം പഠിപ്പിച്ച് 2ാമത് പഠിപ്പിച്ചോടൊന്നും ഈ പക്ഷികളെ എന്തുകൊണ്ട് വിളിക്കുന്നു, എന്തുകൊണ്ടാണ് കാട്ടുമൃഗങ്ങളോട് പറയാതിരിക്കുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് ക്ലാസ് എടുക്കുന്ന ഇതിനു മുമ്പുള്ള സമയത്തോട് ബന്ധത്തിലാണ് അതിൻ്റെ മർമ്മം ദൈവം വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ ഇതിനെല്ലാം ഉത്തരമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് അത് കിട്ടത്തില്ലായിരിക്കാം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കും, കർത്താവെ മനസ്സിലാകുന്നില്ലല്ലോ, ഞാൻ ചോദ്യചിഹ്നം വിട്ട് വെച്ചിരുന്ന വിഷയങ്ങളാണ് എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാകാതെ പോയി കഴിഞ്ഞാൽ നമ്മളോട് ചോദ്യചിഹ്നം വിടണം, എന്തുകൊണ്ടാണ് ഇതെങ്ങനെ, എനിക്കത് മനസ്സിലാകുന്നില്ല. നമ്മൾ ദൈവത്തോട് ചോദിക്കുക, ദൈവം നമുക്ക് വെളിപ്പെടുത്തരും. ഞാൻ പറഞ്ഞത് പഠനം പൂർത്തീകരിക്കപ്പെടുന്നില്ല, ആർക്കും തികവിലേക്ക് മുഴുവൻ പഠിച്ച് പറ്റാൻ കഴിയത്തില്ല. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പിന്നെയും വിനയത്തോടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കീഴ്പ്പെട്ട് കാര്യങ്ങളെ പഠിക്കാം. ഇത്രത്തോളം കാര്യങ്ങളെ ഈ 2ാമത്തെ കാര്യവും മനസ്സിലാക്കി തന്നല്ലോ. ഇനി ഇതിനോടുള്ള ബന്ധത്തിൽ നിരവധി പ്രവചനങ്ങൾ ഉണ്ട്. പക്ഷേ അതെല്ലാം കൂടി എടുത്ത് പഠിപ്പിക്കാൻ സാധിക്കത്തില്ലെങ്കിലും 1-2 വചനങ്ങൾ കൂടി ഈ ഹർമ്മോദയത്തോട് ബന്ധത്തിൽ വായിച്ചു എങ്കിലും കേൾപ്പിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് അത് പിന്നീട് പഠിക്കുമ്പോൾ ദൈവം വെച്ചാൽ യഹെസ്കേൽ പഠിക്കേണ്ട വിഷയമാണ്. നമ്മൾ ദൈവം വെച്ചാൽ അത് പഠിക്കും, ആഗ്രഹമുണ്ട്. ദൈവം വെച്ചാൽ അത് സംബന്ധമായി ക്ലാസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. യഹെസ്കേലിന്റെ പുസ്തകം, അതൊക്കെ പറയുന്ന പുസ്തകങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അന്നത് പഠിപ്പിക്കുക. യഹെസ്കേൽ 38-ാം അധ്യായം 17-23 വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. യഹോവയെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തുമെന്ന് പണ്ടത്തെ കാലത്ത് അനേക സംവത്സരങ്ങളായി പ്രവചിച്ചു പോകുന്ന അവരുടെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ നള്ളിച്ച് നിന്നെക്കുറിച്ചല്ലയോ. ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ എൻ്റെ ക്രോധം എൻ്റെ മൂക്കിൽ ഉച്ചലിക്കും. തുടർന്ന് പറയുകയാണ്, ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവരെ ന്യായം വിധിക്കും. ഞാൻ അവൻ്റെ മേലും അവൻ്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവനോടുകൂടിയുള്ള പല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധവും വർഷിപ്പിക്കും. ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുകയും എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും പല ജാതികളും കാണുക എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യും. കർത്താവ് അന്ന് ആകാശത്തു നിന്നുള്ള ചെയ്യേണ്ട സകല യുദ്ധമാർഗങ്ങളെക്കുറിച്ചും ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മേൽ പെരുമഴയും വലിയ ആലിപ്പഴവും വലിയ തീയും ഗന്ധവും വർഷിപ്പിക്കും. ദൈവം കൊല്ലേണ്ടതിനെ മുഴുവനും കൊന്നുകളയും. കൂടി വരുന്ന സൈന്യത്തെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ഇല്ലാതാക്കി കളയുമ്പോൾ കൂടി വരാതെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ള ജാതികൾപ്പെട്ടവരുണ്ടല്ലോ, സുവിശേഷ വിരുദ്ധമായി നിൽക്കുന്നുണ്ടല്ലോ, അതിൽ കൊന്നുകളയേണ്ടവനെ എല്ലാം കൊന്നുകളയുമെന്ന്. ആലിപ്പഴം കൊണ്ട് പെരുമഴ കൊണ്ടൊക്കെ കൊന്നുകളയും. കൊല്ലാതെ ശേഷിച്ചവനെയും വീണ്ടും ദൈവം ഒരുമിച്ച് കൂട്ടും. അപ്പം ഇവിടെ എല്ലാവരും ദൈവം കൊന്നുകളയത്തില്ല, ഇങ്ങനെ കൊന്നുകളയത്തില്ല. കാരണം അതിനും കാരണമുണ്ട്. ഇടത്തും വലത്തും ഒക്കെ കൂട്ടിച്ചേർക്കണമല്ലോ. അവിടെ അന്ത്യനായി നടത്തി ജീവനോടെ കുറേ എണ്ണത്തെ നിത്യനരകത്തിൽ തള്ളിക്കളയണ്ടേ. അപ്പം അതിനു വേണ്ടി ദൈവം കുറേ എണ്ണത്തിനോട് ശേഷി, ഇതൊക്കെ പെട്ടെന്ന് നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അന്ന് അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ എന്താണ് ഈ ഹർമ്മോദയ യുദ്ധത്തിൻ്റെ അവസാനം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ അവസാനം, എങ്ങനെയാണ് തീരുന്നത് എന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളാണ്. 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്, മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചനെ പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ഈ ഹർമ്മോദയ യുദ്ധത്തിൽ കൂടി വരുന്നതിനെ കുറിച്ചും ഹർമ്മോദയ യുദ്ധത്തിൻ്റെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും അന്ന് നടക്കുന്ന മഹാസംഹാരത്തെക്കുറിച്ചും പറഞ്ഞിട്ട് ഇത് അവസാനിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആരാണോ ഇതിന് നേതൃത്വം കൊടുത്തത് അവരെ ദൈവം ജീവനോടെ
നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നതിനെ കുറിച്ചാണ് ഈ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പ്രവാചകന്മാർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അത് അത്രമാത്രം മനസ്സിലാകത്തില്ല വായിച്ചാൽ. അത് ഞാൻ വേഗത്തിലൊന്ന് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 27-ാമത്തെ 1-ാം വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം വചനം. അത് പെട്ടെന്ന് മനസ്സിലായി കാണത്തില്ല. പക്ഷെ ഇത് ഇപ്പോൾ ഈ വചനമായിട്ട് വായിച്ച് അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുക. രേഖപ്പെടുത്തിയിരിക്കുന്നത്, അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തൻ്റെ വാൾ കൊണ്ട് വിദുർദ സർപ്പമായ ലിവ്യാദാനെയും വക്രസർപ്പമായ ലിവ്യാദാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. യെശയ്യാവ് 26:1. മനസ്സിലായല്ലോ? വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇത് എങ്ങനെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ പലപ്പോഴും വിചാരിക്കാറുള്ളത്. ഇത് തമിഴ് ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ നോക്കിക്കോണം. പക്ഷേ എനിക്ക് ഇട്ടിരിക്കുന്ന പഠനം ഇതിനോട് ബന്ധത്തിലായതുകൊണ്ട് വലിയ വ്യത്യാസം കാണത്തില്ല. കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ 27-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ചിലതിനെ സന്ദർശിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു, സമുദ്രത്തിൽ മഹാസർപ്പത്തെ കൊന്നുകളയുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ മർമ്മം? എന്താണ് മനസ്സിലാകുന്ന വിധത്തിൽ വേഗത്തിൽ പറയാം. ഈ 2 പേരെ സന്ദർശിക്കുമെന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയുമാണ്. എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയുമാണ് സന്ദർശിക്കുന്നത്. സന്ദർശിച്ചിട്ട് ദൈവം എന്ത് ചെയ്തു? ഒരു നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. അതേക്കുറിച്ചാണ് വെളിപ്പാട് 19-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. മൃഗത്തെയും അതിന് മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച മൃഗത്തിന് മുദ്രയേൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെ പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പുകയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ഇതേക്കുറിച്ച് യെശയ്യാവിന്റെ പുസ്തകത്തിൽ 27-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അന്നാളിൽ. എന്നാളിലാണ്? അന്നാള് കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന ക്രോധ ദിവസത്തിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തൻ്റെ വാൾ കൊണ്ട് വിദുർദ സർപ്പമായ ലിവ്യാദാനെയും വക്രസർപ്പമായ ലിവ്യാദാനെയും സന്ദർശിക്കും. വിദുർദ സർപ്പമായ ലിവ്യാദാൻ, ഈ കർത്താവിൻ്റെ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തൻ്റെ വാൾ കൊണ്ട് ദൈവം സന്ദർശിച്ചു കഴിയുമ്പോൾ ഈ മൃഗമായിരിക്കുന്ന, അഥവാ ഈ മൃഗമായിരിക്കുന്ന എതിർ ക്രിസ്തു അന്ന് അവൻ പേടിച്ച് വിറച്ചോടിപ്പോകുന്ന പാമ്പിന് തുല്യമായിരിക്കും. അതാണ് വിദുർ സർപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത്. അചഞ്ചലമായി നിൽക്കുന്ന, ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന വലിയ മനക്കരുത്തോടുകൂടി നിൽക്കുന്ന എതിർ ക്രിസ്തു അവൻ വിദുർ സർപ്പമായി തീരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഇവൻ്റെ ഉള്ളിൽ പേടിച്ച് വിറച്ച് ഓടിപ്പോകുന്ന പാമ്പ് വിറച്ചു പോകും. അതിനെയാണ് കടുപ്പവും വലിപ്പവും ബലമുള്ള ദൈവത്തിൻ്റെ വാൾ കൊണ്ട് എതിർ ക്രിസ്തുവിനെ, ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ സാത്താൻ അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുന്ന, കഠിനായിരിക്കുന്ന, ആരുടെയും മുമ്പിൽ പരാജയപ്പെടുകയില്ലെന്ന് പറഞ്ഞ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും 3.5 വർഷക്കാലം ദൈവത്തിൻ്റെ കോപവും ക്രോധവും ചൊരിയുമ്പോഴെല്ലാം അതിനെ അതിജീവിച്ചുകൊണ്ട് മാനസാന്തരപ്പെടാതെ അവനും അവൻ്റെ ആൾക്കാരും നിൽക്കുമ്പോൾ വജ്രത്തെ പോലെ കഠിനതയുള്ള ഹൃദയമായി നിൽക്കുന്ന ഇവൻ അവസാനം കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ ബന്ധത്തിൽ ദൈവത്തിൻ്റെ തേജസ്, വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അവൻ വിദുര സർപ്പമായി മാറും എന്ന് പറഞ്ഞാൽ, വിദുര സർപ്പം എന്നതിൻ്റെ അർത്ഥം, ഞാനത് മലയാളം ഡിക്ഷണറിയിൽ മലയാളത്തിൽ നോക്കിയപ്പോൾ അത് കണ്ടത് പേടിച്ച് വിറച്ചു പോകുന്ന പാമ്പെന്നാണ്. പേടിച്ച് ഓടിപ്പോകുന്ന പാമ്പ്, പേടിച്ചു പോകുന്ന പാമ്പ്, പേടിപ്പെട്ടു പോകുന്ന പറഞ്ഞാൽ ഭയപ്പെട്ടു പോകുന്നതിനെ കുറിച്ചാണ് രേഖപ്പെടുത്തി. വിദുര സർപ്പമായപ്പോൾ എതിർ ക്രിസ്തു ഭയപ്പെട്ടു പോകും. വക്രസർപ്പമായ ലിവ്യാദാൻ എന്ന് പറഞ്ഞാൽ വളഞ്ഞു പൊളഞ്ഞവനാ, കാപട്യമുള്ളവനാ. അവൻ പുറകോട്ടാ പോകുന്നത്, പുറകോട്ട് ചിന്തിക്കുന്നവനാ, മുമ്പോട്ടല്ല. വക്രസർപ്പം, വക്രഗതി എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഈ കള്ളപ്രവാചനെ കുറിച്ചാണ് വിദുര സർപ്പമായിരിക്കുന്ന ലിവ്യാദാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യെശയ്യാവിന്റെ 27:1 വാക്യത്തെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ഇവരെ കൊന്നു കളയുകയല്ല ചെയ്യുന്നത്, ഇവരെന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഇവരെ സന്ദർശിക്കുകയാണ് ചെയ്യുന്നത്.
ദൈവത്തിൻ്റെ സന്ദർശനത്തെങ്കിൽ ഈ പറയുന്ന പേടിച്ചു പോകുന്ന എതിർക്രിസ്തുവും പുറകോട്ട് പോകുന്ന വളഞ്ഞു പൊളഞ്ഞ ചിന്താഗതിയുള്ള കള്ളപ്രവാചകനും അവർ രണ്ടുപേരും അമ്പരന്ന് പോകും. ഒന്നും ചെയ്യാത്ത വിധത്തിൽ സ്തംഭിച്ചു പോകും. അപ്പോൾ ദൈവം അവരെ സന്ദർശിച്ച് കഴിയുമ്പോഴാണ് ഇവരെ ജീവനോടെ ബന്ധിക്കുന്നത്. കള്ളപ്രവാചനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊകയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. അഗ്നിനരകം പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിട്ടുള്ളതാ. എന്നാൽ അതിലേക്ക് ആദ്യം വീഴുന്ന ഇരകൾ അത് മനുഷ്യ സമൂഹത്തെ വഞ്ചിച്ചു കളയുന്ന എതിർക്രിസ്തു ആകുന്ന മനുഷ്യനും കള്ളപ്രവാചനാകുന്ന മനുഷ്യനുമാണ് നരകാഗ്നിയുടെ ആദ്യ ഇരകളായിട്ടിരുന്നത്. കർമ്മോദവും യുദ്ധത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഇതിന് മുമ്പിൽ നിൽക്കുന്നത് വധുസർപ്പമായ ലിവ്യാതാൻ, വക്കസർപ്പമായ ലിവ്യാതാനെ ദൈവവചനം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ തേജസ് വ്യാപരിച്ച് അവൻ അതിശയ വിഷയമായി ദൈവം വെളിപ്പെടുമ്പോഴാണ് ഈ പറയുന്ന എതിർക്രിസ്തുവിനും കള്ളപ്രവാചനും മറ്റുള്ളവർക്കും മനസ്സിലാകുന്നത് നസ്രയൻ എന്ന യേശു ഇവർ ഉദ്ദേശിച്ചതുപോലെ അല്ല എന്ന്, അവനെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ലെന്ന്. ഇന്ന് രാത്രിയിൽ ആരെല്ലാം നസ്രയന്റെ നാമത്തിനെതിരെ നിന്നാലും അവന്റെ ആ തേജസ്സിന്റെ പ്രഭയ്ക്ക് മുമ്പിൽ ഒരുത്തനും നിൽക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തെ ചതിക്കുന്ന, ഈ ലോകത്തിന്റെ ദൈവമായിരിക്കുന്ന പിശാച് വളർത്തിക്കൊണ്ടുവരുന്ന അവന്റെ കിങ്കരന്മാരായിരിക്കുന്ന എതിർക്രിസ്തുവും കള്ളപ്രവാചകനും അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവർ പേടിച്ചു വിറച്ചു പോകും. പുറകോട്ട് വലിയുന്ന അഥവാ പേടിച്ചു പോകുന്ന, വിരണ്ടു പോകുന്ന എതിർക്രിസ്തു അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും പുറകോട്ട് ഓടിപ്പോകാമെന്ന് വളഞ്ഞു പൊളഞ്ഞ് ചിന്തിക്കുന്ന കള്ളപ്രവാചകനും രണ്ടുപേരും സ്തംഭരായി പോകും. ദൈവത്തിന്റെ പ്രത്യക്ഷതയിൽ അവരെ പിടിച്ചു കെട്ടി അഗ്നിനരകത്തിലേക്ക് തള്ളിക്കളയും. അതിൽ സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയുമെന്ന് പറഞ്ഞിരിക്കുന്നത് അശൂർ രാജാവിനെ, അശൂർ രാജ്യത്തിന്റെ പ്രതിനിധിയെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചാണ്. കാരണം ഇപ്പം എതിർക്രിസ്തുവും കള്ളപ്രവാചകനും എന്നുള്ളത് നമുക്കറിയാം. അവനോടുകൂടെ നിൽക്കുന്ന 10 രാഷ്ട്രങ്ങളിലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അശൂർ ആണ്. അപ്പോൾ അശൂർ രാജാവിനെയാണ് കൊന്നുകളയുന്നതിന് സംബന്ധമായിരിക്കുന്ന പ്രവചനങ്ങൾ മറുഭാഗത്തുണ്ട്. ഇവിടെ എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ യെശയ്യാവിന്റെ പറയുന്ന സമുദ്രത്തിലെ മഹാസർപ്പത്തെ കൊന്നുകളയെന്ന് പറയുന്നത് അശൂർ രാജാവിനെ കൊന്നുകളയുമെന്നുള്ളതാണ്. 83-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചല്ലോ. 10 രാഷ്ട്രങ്ങൾ, എതിർക്രിസ്തുവോട് നിൽക്കുന്ന രാഷ്ട്രങ്ങൾ, അവന്റെ കൊമ്പുകൾ ആരൊക്കെയാണെന്നുള്ളത്. അതിൽ പ്രബലമായിരിക്കുന്നവനാണ് അശൂർ രാജാവ്. അപ്പോൾ എതിർക്രിസ്തു ആകുന്ന റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് വരുന്നവനും കള്ളപ്രവാചകനായിരിക്കുന്ന ഗ്രീക്ക് സാമ്രാജ്യത്തിൽ നിന്ന് വരുന്നവനും അശൂർ സാമ്രാജ്യം, 3 സാമ്രാജ്യത്വങ്ങളുടെ തലവന്മാരാണ്. അന്ന് ദൈവം അവരെ ഇല്ലാതാക്കി കളയുന്നതിനെ കുറിച്ച് 2 എണ്ണത്തിനെ നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയുമ്പോൾ 3-മത്തവനെ ദൈവം നരകാഗ്നി തള്ളിയിടുകയല്ല, അവനെ ദൈവം കൊന്നുകളയും. അവനെ കൊന്നുകളയും. 1000 ആണ്ട് കഴിഞ്ഞിട്ടേ അവൻ നിത്യനരകാഗ്നിയിലേക്ക് പോവുകയുള്ളൂ. ഇങ്ങനെ ദൈവത്തിന്റെ ദൈവവചനങ്ങളെ കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ മർമ്മമായി മറഞ്ഞിരിക്കുന്ന വളരെയധികം പ്രയാസമുള്ള, ചിന്തിച്ചെടുക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളുള്ള ബന്ധത്തിൽ, വെളിപ്പാട് പുസ്തകമുള്ള ബന്ധത്തിലുള്ള പഠനം നമ്മൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ എൻ്റെ 21-ാം വാക്യം കൂടി വായിച്ച് ഞാൻ ഇന്നത്തെ പഠനം പൂർത്തീകരിക്കാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു, അവിടെ മാംസം തിന്ന സകല പക്ഷികൾക്കും തൃപ്തി വന്നു. അപ്പോൾ മഹാദൈവത്തിന്റെ അത്താഴത്തിന് കൂടി വന്ന പുറത്ത് വലിയ യുദ്ധം നടക്കുന്ന സമയത്ത് ഇതിനെ മുഴുവനും കൊന്നിട്ട് കളയുമ്പോൾ, മലകൾ ഒഴുകിപ്പോകുന്ന രക്തം ഒഴുകണമെങ്കിൽ എത്രമാത്രം മനുഷ്യരുടെ മാംസം അവിടെ കിടപ്പുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഭൂമിയിലുള്ള സകല മൃഗങ്ങൾക്കും, കാട്ടുമൃഗങ്ങൾക്കും, പക്ഷികൾക്കും മൃഷ്ടാന്നഭോജനമായി ദൈവത്തിന്റെ യുദ്ധത്തിൽ അവൻ അത്താഴമൊരുക്കി സകല മൃഗങ്ങളെയും പക്ഷികളെയും ഈ മാംസബുക്കുകളായിരിക്കുന്ന സകലത്തിനും തൃപ്തി വരുത്തി കൊടുത്തതിന് ശേഷമായി ആ മൃഗങ്ങളുടെ എല്ലാം സ്വഭാവം മാറി സസ്യബുക്കുകളായിട്ടാണ് അവർ 1000 ആണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. അതിനെയാണ് അത്താഴം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരത്താഴം ഇവിടെ നടക്കുമ്പോൾ
അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കല്യാണ സിദ്ധിയാകുന്ന അത്താഴം നടക്കേണ്ടത് കല്യാണ വിധിശാല അതിലേക്ക് വരും. എന്നാൽ അതിനു മുമ്പായി ഹർമുദ യുദ്ധം തീരുമ്പോൾ മൂന്നാമത്തെ സംഭവമായിരിക്കുന്ന ഭൂമിയിലെ മുന്തിരിക്കൊലയറുത്ത് ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ട് മെതിക്കുന്നത് ഏതോ വംശത്തിന് ന്യായവിധിയാണ്. ദൈവം അനുവദിച്ചാൽ ഈ മൂന്നാമത്തെ സംഭവത്തെക്കുറിച്ച് നാളെ നമ്മൾ ചിന്തിക്കും. രാത്രി ഹർമോദ യുദ്ധത്തെക്കുറിച്ച് പ്രവചന വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യെശയ്യാ പ്രവചനത്തിലും യെഹെസ്കേൽ പ്രവചനത്തിലും മറ്റു ഇതര പ്രവചനങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ശൗലെടുത്ത് കഴുക്കിൽ കൂടുമെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചില വിഷയങ്ങളെ ആധികാരികമായി ചിന്തിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. ഈ തുടർ പഠനത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകത്തക്കവണ്ണം ചില മാർമിക വിഷയങ്ങളെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവൻ ഭാഗങ്ങൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ഹർമോദയത്തോട് ബന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തുറന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടവർക്ക് പഠിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വെളിപ്പെടുത്തത്തെ ആധാരമാക്കി ഹർമോദയത്തോട് ബന്ധത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ എതിർക്രിസ്തുവും കള്ളപ്രവാചകനും നിത്യ നരകാഗ്നിയിലേക്ക്, ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിലേക്ക് തള്ളപ്പെടും. ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും അതിലേക്ക് ഒറ്റ മനുഷ്യൻ പോലും പോയിട്ടില്ല. എന്നാൽ ഇത് സംഭവിക്കുന്നത് കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്ന നമ്മൾ അവനോടുകൂടെ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് ഈ പറയുന്ന അന്ത്യന്യായവിധി തുടങ്ങുന്നത്. അന്ന് തുടങ്ങുമ്പോൾ ജീവനുള്ളവരുടെ അന്ത്യന്യായവിധിയാണെന്ന് സംഭവിക്കുന്നത്. അതിൽ പ്രാരംഭത്തിൽ അഗ്നിനരകത്തിലേക്ക് പോകുന്നത് കൂട്ടായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. അവനോടുകൂടെ നടക്കുന്നവർക്കും അത് തന്നെയാണ് അനുഭവം. എന്നാൽ താഴ്മയോടെ ലോകത്തിൽ വന്ന് അറുക്കപ്പെട്ട കുഞ്ഞാടിനോടുകൂടി ചേരാമെങ്കിൽ രാത്രിയിൽ അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗീയ കനാൻ ദേശത്തിനായി സ്തോത്രം ചെയ്യാം. നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗീയ പദവിക്കായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിൽ നമ്മ ആരെയാണ് അനുഗമിക്കുന്നത്? അത് ഈ ലോകത്തിൽ ദൈവത്തെയാണോ അതോ സർവശക്തനായിരിക്കും ദൈവത്തെയാണോ നാം അനുഗമിക്കുന്നത്? ദിവസങ്ങളിൽ ക്രിസ്തുവിനെ അനുഗമിച്ച് അവനോട് നാം ഏറ്റവും അടുക്കും തോറും അവിടെ തേജസ് മേൽ തേജസ് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ജീവൻ തന്ന ദൈവത്തെ അധികമായി സ്നേഹത്തെ ലോകത്തോട് എതിർത്തുന്നുകൊണ്ട്, പിശാചോട് എതിർത്തുന്നുകൊണ്ട് അധികമായി ദൈവത്തോട് അടുത്ത് എന്ന് തേജസ് മേൽ തേജസ് പ്രാപിച്ച് കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. വചനങ്ങളാ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാളെ ദൈവം വെച്ചാൽ മനുഷ്യത്വം വെളിപ്പെടുന്ന നാളെ നടക്കുന്ന മൂന്നാമത്തെ സംഭവമാകുന്ന ഏതോ വംശത്തിന്റെ നാശത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയ വിഷയത്തോട് ബന്ധത്തിൽ ചിന്തിക്കുന്നതായിരിക്കും. കർത്താവ് വരാൻ താമസിച്ച നാളെ വീണ്ടും കൂടാം. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.